Hello everyone and welcome back to the last class on company accounts, which is debenture chapter. So നമ്മൾ ലാസ്റ്റ് ക്ലാസ് വരെ ഷെയർസിനെ കുറിച്ചും അതിൻ്റെ ഓരോ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിബെഞ്ചർ എന്ന് പറയുന്ന മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. Now with the advent of technology or with the developments happening in business arena also, ഷെയറിൽ നിന്ന് മാത്രം ഫൈനാൻസ് റേസ് ചെയ്താൽ കമ്പനിക്ക് ഒരുപാട് റേസ് ചെയ്യാനും പറ്റില്ല, അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തും. അതായത് ഷെയറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ട് തികയാതെ വരുന്ന ബിസിനസ്സിന്. അപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ മറ്റൊരു രീതിയും അല്ലെങ്കിൽ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റും കൂടെ കമ്പനി അഡോപ്റ്റ് ചെയ്തു, വിച്ച് ഇസ് ഇഷ്യൂയിങ് ഡിബെഞ്ചേഴ്സ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇൻ കമ്പാരിസൺ ടു ഷെയർസ് ഇസ് ദാറ്റ് ഡിബെഞ്ചർ ഇസ് എ ലയബിലിറ്റി. അതായത് ഒരു കടം വാങ്ങിക്കുന്നതിന് തുല്യമാണ്. വേറൻ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു കമ്പനി ക്യാപിറ്റൽ ആയിട്ടാണ്. അതായത് ആ ബിസിനസ്സിൻ്റെ ഓണേഴ്സ് ആയിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്രിഫറൻസ് ഷെയർ ആയിക്കോട്ടെ, ഇക്വിറ്റി ഷെയർ ആയിക്കോട്ടെ, അത് രണ്ടും ഇക്വിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ക്യാപിറ്റലിന് മറ്റൊരു പേരാണ് കമ്പനിയിൽ വരുമ്പോൾ നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ ഈക്വിറ്റി കോൺട്രിബ്യൂഷൻ ആണ് ഷെയർസ് വഴി നമ്മൾക്ക് കിട്ടുന്നത്, കമ്പനിക്ക് കിട്ടുന്നത്. അതിലേക്ക് വരുന്ന എല്ലാവരും, അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഷെയർസിലേക്കും പ്രിഫറൻസ് ഷെയർസിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ, ഓണേഴ്സ് അല്ലെ, മെമ്പേഴ്സ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ബിക്കോസ് ദേ ആർ പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ വിച്ച് ഇസ് ക്രിയേറ്റഡ് ഫോർ റണ്ണിങ് ദ ബിസിനസ്. പക്ഷെ ഡിബെഞ്ചർ എന്ന് പറയുന്നതും അൾട്ടിമേറ്റ്ലി പേർപ്പസ് ബിസിനസ്സിന് കാശ് റേസ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ കൂടി, ഡിബെഞ്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു കടമായിട്ടാണ്. ഒരു കടം വാങ്ങിക്കാൻ വേണ്ടി ഒരു ഇൻസ്ട്രുമെന്റ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ഡിബെഞ്ചർ എന്ന് വിളിക്കുന്നത്. സോ ഡിബെഞ്ചർ തിയററ്റിക്കലി ഇസ് നത്തിങ് ബട്ട് എ ബോണ്ട് issued by the company under its common seal കാണും. അതായത് കമ്പനി പറയുകയാണ്, ഓക്കെ, ഇന്നൊരു ബോണ്ട് ഞാൻ സൈൻ ചെയ്യുന്നു, ഇന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ആ ബോണ്ടിനകത്ത് അവർ പറയുകയും ചെയ്യും എത്രയാണ് ഞാൻ റീപേയ്മെൻറ്റ് തരാൻ പോകുന്നത്, എപ്പോഴാണ് റീപേയ്മെൻറ്റ് തരാൻ പോകുന്നത്. ആൻഡ് ഇതൊരു കടമായിട്ടാണ് നമ്മൾ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചെന്തെങ്കിലും അവർക്കൊരു റിട്ടേൺ കൊടുക്കണം, അല്ലേ? ആ റിട്ടേൺ ഇല്ലാതെ ആരെങ്കിലും നമ്മൾക്ക് കടം തരുമോ? ഇല്ല. സോ ദെയർഫോർ റീപേയ്മെന്റ് ടേംസ് മാത്രമല്ല, എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുകയാണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് എ ഡിബെഞ്ചർ. സോ ഐഡിയലി സ്പീക്കിംഗ്, ഡിബെഞ്ചർ ആൻഡ് ഷെയർസ് തമ്മിലുള്ള മേജർ ഡിഫറൻസസ്, ഷെയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണെങ്കിൽ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റിയാണ്, ഒരു കടം വാങ്ങിക്കുന്നതിന് തുല്യമാണ്. പക്ഷെ മോഡ് ഒന്ന് തന്നെയാണ്, അതായത് വാങ്ങിക്കുന്ന രീതി ഒന്ന് തന്നെയാണ്. ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യുന്നു ജനറൽ പബ്ലിക്കിലേക്ക്, അതുപോലെ തന്നെ മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആയ ഡിബെഞ്ചറും കമ്പനി ഇഷ്യൂ ചെയ്യുന്നു ജനറൽ പബ്ലിക്കിലേക്ക്. One is a capital and another is a liability. So ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഓണേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഡിബെഞ്ചറിലേക്ക് പൈസ തരുന്ന, അല്ലെങ്കിൽ ഡിബെഞ്ചർ ഒരു കമ്പനിയുടെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഷെയർ ഹോൾഡേഴ്സ് അല്ലെ ഓണേഴ്സ് എന്ന് പറയില്ല. കാരണം അത് ലയബിലിറ്റി ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു കടമാണെന്നല്ലേ. സോ ദെയർഫോർ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, ഡിബെഞ്ചറിന്റെ ഷോർട്ട് ഫോം ആണ് DEB എന്ന് എഴുതുന്നത് കേട്ടോ. സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ നത്തിങ് ബട്ട് എ ക്രെഡിറ്റർ, ഒരു മറ്റ് ട്രേഡ് ക്രെഡിറ്റർ. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കാതെ പിന്നീടത്തേക്ക് മാറ്റി വെക്കുമ്പോൾ അയാളെ നമ്മൾ ക്രെഡിറ്റർ എന്നാണ് വിളിക്കുന്നത്, അല്ലെ? അതേപോലെ തന്നെ ഡിബെഞ്ചർ ഹോൾഡറും ഒരു തരത്തിൽ നമ്മളുടെ ക്രെഡിറ്റർ തന്നെയാണ്, ബിക്കോസ് ഇറ്റ്സ് എ ലയബിലിറ്റി. Yeah, so those are the major differences. Now, since debenture is a liability, ഇതിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് കിട്ടാൻ പോകുന്ന വരുമാനമായ ഇൻട്രസ്റ്റ്, അത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്, അല്ലേ? സോ ആ ഇൻട്രസ്റ്റ് ഇസ് ആക്ച്വലി എൻ എക്സ്പെൻസ്, ഇറ്റ് ഈസ് നോട്ട് എനി അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഹോൾഡേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ലാഭം ഉണ്ടെങ്കിൽ അവർ കൊടുക്കും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാലും ലാഭം ഉണ്ടെങ്കിലാണ് അവർ ഇഷ്യൂ ചെയ്യുന്നതൊക്കെ, അല്ലേ? പക്ഷെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലോ അങ്ങനെ പോലുമില്ല, ഒരു ഫിക്സഡ് റിട്ടേൺ അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ലാഭം ഉണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുമെന്ന് നമ്മൾക്ക് പറയാം, അല്ലേ? അപ്പോൾ അവിടെ റിസ്ക് കൂടുതലാണ്, റിട്ടേണും കിട്ടുന്നത് വേഗമാണ്. കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല. അപ്പോൾ ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ബട്ട് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, സിൻസ് ഡിബെഞ്ചേഴ്സ് ആർ എ ലയബിലിറ്റി, അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സ് ഇസ് നോട്ട് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഏൺഡ് ബൈ ദ കമ്പനി.
മറ്റ് ചെലവുകൾ അവർ ഇൻകർ ചെയ്യുന്നത് പോലെ തന്നെ ഇൻകർ ചെയ്യേണ്ട ഒരു ചെലവാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ്. ഇപ്പോൾ ലാഭമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് കമ്പനിയിലെ എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ പാടുള്ളൂ എന്നാണോ? അല്ല. സാലറീഡ് എംപ്ലോയീസിന് എല്ലാ മാസവും നമ്മൾ സാലറി കൊടുക്കണം. അതിപ്പോൾ കമ്പനി നഷ്ടത്തിലാണെങ്കിലും ശരി, ലാഭത്തിലാണെങ്കിലും ശരി. സെയിം വേ ഡിബെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഡിബെഞ്ചർ വഴി കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് എന്തായാലും കൊടുത്തിരിക്കണം. ഈവൻ ഇഫ് ദർ ഇസ് എ പ്രോഫിറ്റ്, ഈവൻ ഇഫ് ഇറ്റ്സ് എ ലോസ്, ദാറ്റ് ഇസ് എ കമ്പൽസറി പേയ്മെന്റ് ടു ബി മെയ്ഡ് ജസ്റ്റ് ലൈക്ക് എനി അതർ എക്സ്പെൻസസ്. ഇനി ഡിബെഞ്ചേഴ്സിൽ കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് ഓൾറെഡി ഇവർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ പ്രീഫിക്സ് ചെയ്തിരിക്കും. അതുകൊണ്ട് ലാഭത്തിനനുസരിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. എല്ലാ വർഷവും അല്ലെ എല്ലാ സമയത്തും കമ്പനി കൊടുക്കാൻ പോകുന്നത് ഒരേ ഫിക്സ്ഡ് എമൗണ്ട് ആണ്. എമൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട് ഇൻ ദ rupee value ultimately, because I can invest maybe 10,000 and the person next to me can invest 1 lakh. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനവും മാറും അല്ലേ. അപ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ rupee and ultimately it's in percentage, which means every debenture will have a prefix percentage along with it, which will indicate that that is the interest amount that the company is supposed to pay the debenture holders who are invested in such instruments. So interest എപ്പോഴും പ്രീഫിക്സ് ചെയ്തിരിക്കും. അതപ്പോൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദിസ് ഡിബെഞ്ചർ ഈ ഇൻട്രസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ കമ്പനി എല്ലാ ഡിബെഞ്ചർ ഹോൾഡറിനും കൊടുക്കേണ്ടത്. ഇനി എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? അത് ഓരോ കമ്പനിയുടെയും പോളിസി അനുസരിച്ച് മാറ്റം വരും. ചിലർ ഹാഫ് ഇയർലി പേ ചെയ്യുന്നവരുണ്ട്. അതായത് എല്ലാ ജൂണും ഡിസംബറും അല്ലെങ്കിൽ എല്ലാ സെപ്റ്റംബറും മാർച്ചും അങ്ങനെ പേ ചെയ്യുന്നവരുണ്ട്. വൺസ് ഇൻ എ ഇയർ ഡിക്ലെയർ ചെയ്ത് പേ ചെയ്യുന്നവരും ഉണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് കമ്പനീസ് പോളിസി. ഇറ്റ് ക്യാൻ ബി എനി വേ. സോ നമ്മൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യനിൽ, ഡിബെഞ്ചർ വരുന്ന ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് അവർ ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് നോക്കുക. അതനുസരിച്ചുള്ള എൻട്രീസ് ആയിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. That is one another point. Now next is debenture, since it's a liability at the time of winding up, കമ്പനി അടച്ചുപൂട്ടി വൈൻഡ് അപ്പ് ചെയ്ത് ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ മുന്നേ ഇതൊരു ലയബിലിറ്റി ആയത് കാരണം ഇവർക്കുള്ള സെറ്റിൽമെന്റ് മുഴുവൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള എമൗണ്ട് നമ്മൾക്ക് ആർക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ? ഷെയർ ഹോൾഡേഴ്സിന്. അതായത് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് റീപേയ്മെന്റ് പ്രിഫറൻസ് കിട്ടാൻ പോകുന്നത് ആർക്കാണ്? ഓൾവേസ് ഡിബെഞ്ചർ, സിൻസ് ഇറ്റ്സ് എ ലയബിലിറ്റി. അവർക്കെല്ലാം പേ ചെയ്ത് കഴിഞ്ഞിട്ടും മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. Now debenture, since it's a liability, it will be shown under something called long-term borrowings. അതായത് non-current liability. non-current already ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പണ്ടത്തെ ക്ലാസ്സസിലൊക്കെ. കറണ്ട് അത് നമ്മൾ കമ്പനി അല്ലെങ്കിൽ അക്കൗണ്ട്സിന്റെ ടേംസിൽ യൂസ് ചെയ്യുന്നപ്പോഴും 12 മാസത്തിനുള്ളിൽ എന്നുള്ള കണക്കിനാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം കറണ്ട് അസറ്റ് ആണ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി ആണെന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണോ അതിനെ കറണ്ട് അസറ്റ് നമ്മൾ പറയുന്നത്, ആ ഡേറ്റ് തൊട്ട് 12 മാസത്തിനുള്ളിൽ അത് പേ ചെയ്യുകയോ റിസീവ് ചെയ്യുകയോ ചെയ്യുന്നു. അപ്പോൾ നോൺ കറണ്ട് ആണെങ്കിലോ 12 മാസത്തിന് മേലെ അതിന് ലൈഫ് ഉണ്ടെങ്കിൽ അതിപ്പോൾ അസറ്റും ആകാം ലയബിലിറ്റി ആകും. ജനറലി ഡിബെഞ്ചേഴ്സ് നമ്മൾ ഒരു വർഷത്തേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ല. കുറേ വർഷങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പോലെ, വണ്ടിക്ക് ഒരു ലോൺ എടുത്താലും അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ എടുത്താലും നമ്മൾ ഒരു വർഷത്തേക്കല്ല EMI ആയിട്ട് അടച്ചു തീർക്കുന്നത് അല്ലേ, ഒരു 5, 10, 15, 20 വർഷത്തേക്കൊക്കെയാണ്. അപ്പൊ സെയിം വേ ഡിബെഞ്ചറിനും ഒരു വർഷത്തിന് മേലെയാണ് ലൈഫ് ഉള്ളത് ജനറലി. അതുകൊണ്ട് എപ്പോഴും തന്നെ ഡിബെഞ്ചർ വരാൻ പോകുന്നത് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്ന ഹെഡിനുള്ളിലെ ലോങ് ടേം ബോറോയിങ്സിനകത്താണ്. എന്തുകൊണ്ട് ലോങ് ടേം? ഈ നോൺ കറണ്ടും തന്നെ മറ്റൊരു വാക്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. ഷോർട്ട് ടേം റെപ്രസെന്റ്സ് കറണ്ട് ആൻഡ് ലോങ് ടേം റെപ്രസെന്റ്സ് നോൺ കറണ്ട്. സെയിം ഡെഫിനിഷൻ തന്നെയാണ്. ഷോർട്ട് ടേം എന്ന് വെച്ചാൽ 12 മാസത്തിനുള്ളിൽ, ലോങ് ടേം എന്ന് വെച്ചാൽ 12 മാസങ്ങൾക്ക് ശേഷവും അതിന് ലൈഫ് ഉണ്ടെങ്കിൽ. സോ ഡിബെഞ്ചേഴ്സ് വിൽ ബി ഷോൺ ആസ് ലോങ് ടേം ബോറോയിങ്സ് അണ്ടർ നോൺ കറണ്ട് ലയബിലിറ്റി, whereas shares that were issued, be it equity shares, be it preference shares, it will be shown under shareholders funds നകത്തെ ഷെയർ ക്യാപിറ്റലിനുള്ളിലാണ് നമ്മൾ ഇതിനെ കാണിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സിനകത്തെ ഷെയർ ക്യാപിറ്റലിനകത്താണ് നമ്മൾ ഇതിനെ അൾട്ടിമേറ്റ്ലി കാണിക്കുന്നത് ഷെയർസ് ആണെങ്കിൽ.
ഇനി ഷെയർസ് നോൺ പേയ്മെന്റ് കോള് കമ്പനി വിളിച്ചു എന്നിട്ടും ഷെയർ ഹോൾഡേഴ്സ് പൈസ തരുന്നില്ല, അവർക്ക് ആവശ്യത്തിനുള്ള നോട്ടീസും കൊടുത്തു, സമയം കൊടുത്തിട്ട് കഴിഞ്ഞിട്ടും പേയ്മെന്റ് തരുന്നില്ലെങ്കിൽ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലേ. പക്ഷെ അങ്ങനെ ഒരു ഫോർഫീച്ചർ ഡിബെഞ്ചറിന് ആപ്ലിക്കബിൾ അല്ല. അതായത് നമ്മൾ ഡിബെഞ്ചറിനും ഇപ്പോൾ ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, കോൾ എന്നൊക്കെ പറഞ്ഞ് പല സ്റ്റേജസ് ആയിട്ടായിരിക്കും പൈസ നമ്മൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. ആ കളക്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഡിബെഞ്ചേഴ്സ് ഒക്കെ കോൾ മണി തരാതിരുന്നു കഴിഞ്ഞാൽ ഷെയർ ആണെങ്കിൽ നമ്മൾക്ക് ഫോർഫീച്ചറിലേക്ക് പോകാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലേ. പക്ഷെ അങ്ങനെ ഡിബെഞ്ചേഴ്സിന് ഒരു ഫോർഫീച്ചർ അലൗഡ് അല്ല. ഇനി മച്യൂരിറ്റി ആവുമ്പോൾ, മച്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡിബെഞ്ചർ എത്ര നാളത്തേക്കാണ് വാങ്ങിച്ചതെന്ന് ജനറലി അതിന്റെ ആ ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിനുള്ളിൽ കാണും അല്ലേ. അപ്പോൾ ആ പീരീഡ് കഴിയുമ്പോൾ, ആ കാലാവധി കഴിയുമ്പോൾ the company will have to pay back the debenture holders the amount that was already stipulated in the agreement. So these are some of the differences among shares and debentures. അപ്പോൾ അത് നിങ്ങളുടെ തിയറിയിൽ സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ്. പേജ് നമ്പർ 10.63 നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തോളുക ബൈ റീഡിങ് ഫ്രം ദ സ്റ്റഡി മെറ്റീരിയൽ. ഇനി ഒരു പോയിന്റും കൂടി ഇവിടെ പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സിനെ കുറിച്ചാണ്. സിൻസ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഷെയർ ഹോൾഡേഴ്സും കമ്പനി ഓണേഴ്സും ആയ സ്ഥിതിക്ക് കമ്പനി എടുക്കുന്ന തീരുമാനങ്ങളിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ടാകും? ഈ ഓണേഴ്സിനുണ്ടാകും. പക്ഷെ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അങ്ങനെ ഒരു ഓണേഴ്സ് അല്ല, അതുകൊണ്ട് അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ആപ്ലിക്കബിൾ അല്ല. അതായത് വോട്ടിംഗ് റൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ വോട്ടിംഗ് റൈറ്റ്സ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനല്ല, പക്ഷെ ഷെയർ ഹോൾഡേഴ്സിന് ആ റൈറ്റ്സ് അവൈലബിൾ ആണ്. ഇനി ഡിബെഞ്ചേഴ്സ് ജനറലി നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ചിലപ്പോൾ തന്നിരിക്കാം. അതായത് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് പ്രിഫറൻസ് ഷെയർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ് ആഫ്റ്റർ അറ്റൈനിങ് സം പീരിയഡ് ഓർ അറ്റൈനിങ് സർട്ടൻ ടാർഗറ്റ്സ് അല്ലേ. അതേപോലെ തന്നെ ഡിബെഞ്ചേഴ്സിനും അങ്ങനെ ഒരു കൺവേർഷൻ അവൈലബിൾ ആണ്, ഐദർ ടു അനദർ ഡിബെഞ്ചർ ഓർ ജനറലി ടു ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ അത് നമ്മൾക്ക് ഡിബെഞ്ചറിൽ പോസിബിൾ ആണ്. പക്ഷെ ഷെയർസ്, ഇക്വിറ്റി ഷെയർസിൽ അങ്ങനെ ഒരു കൺവേർഷൻ ഇല്ല. അതായത് ഷെയർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇക്വിറ്റി ഷെയർ മറ്റൊരു രീതിയിൽ കൺവേർട്ടായി പോകുന്നില്ല. പ്രിഫറൻസ് ഷെയറിന് കൺവേർഷൻ ആണ്. ഇവിടെ ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വിറ്റി ഷെയറിനെ കുറിച്ചാണ്. സോ പ്ലീസ് ഗോ ത്രൂ ദിസ് ഡിസ്റ്റിങ്ഷൻ ഇൻ ഡീറ്റെയിൽ സോ ദാറ്റ് ഒരു തിയറി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്ത് എഴുതാവുന്നത് ആണ്. ഇനി നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് ജസ്റ്റ് ലൈക്ക് വി ലേൺഡ് അബൌട്ട് പ്രിഫറൻസ് ഷെയർസ്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസിൽ നമ്മൾ കുറേ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ ഡിബെഞ്ചർ ടൈപ്പ് എന്ന് പറയുന്നത് സെക്യൂർഡ് ഡിബെഞ്ചർ ആണ്. എന്താണ് ഈ സെക്യൂർഡ് ഡിബെഞ്ചർ? ആസ് വി ഓൾറെഡി സെഡ്, ഡിബെഞ്ചേഴ്സ് ആർ എ ലയബിലിറ്റി ഫോർ ദ കമ്പനി അല്ലേ. സോ വിച്ച് മീൻസ് യു വിൽ ഹാവ് ടു പേ ബാക്ക് ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആഫ്റ്റർ സം പീരിയഡ്. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ എങ്ങാനും നമ്മളുടെ പൈസ ഇല്ലെങ്കിൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് അതൊരു നഷ്ടമാകും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം ഭാവിയിൽ വരാതിരിക്കാൻ ചില ഡിബെഞ്ചേഴ്സ് കമ്പനിയുടെ ചില അസറ്റിന്മേൽ ചാർജ് ചെയ്യുന്നതായിരിക്കും. അതായത് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്യൂർഡ് ആയിരിക്കും. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുത്ത് തീർക്കേണ്ട സമയമാകുമ്പോൾ കമ്പനിക്ക് എങ്ങാനും പൈസ ഇല്ലെന്ന് വെക്കാം. ഈ സെക്യൂർഡ് ഡിബെഞ്ചേഴ്സിൽ പറഞ്ഞിട്ടുണ്ടാവും ദീസ് ഡിബെഞ്ചേഴ്സ് ആർ സെക്യൂർഡ് ഓൺ സർട്ടൻ അസറ്റ്സ് ഹെൽഡ് ബൈ ദ കമ്പനി. ആ അസറ്റ് അന്ന് ഇവർക്ക് പൈസ ഇല്ലെന്ന് വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന സെക്യൂരിറ്റി ഉള്ള അസറ്റ് ഏതാണോ അതുകൊണ്ട് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് എടുത്ത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് നടത്തും. അതായത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ റിസ്ക് ഒരു പരിധിവരെ പിന്നെയും കുറയ്ക്കുകയാണ്. അതായത് കമ്പനിക്ക് പൈസ ഇല്ലെങ്കിലും കമ്പനിയുടെ ചാർജ് ചെയ്തിരിക്കുന്ന അസറ്റ് വിറ്റിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കി നമ്മൾക്ക് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് സെറ്റിൽ ചെയ്യും. ഇതിനെയാണ് സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിബെഞ്ചേഴ്സ് ദാറ്റ് ആർ സെക്യൂർഡ് ബൈ എ ചാർജ് ഓൺ സം ഓഫ് ദ അസറ്റ്സ് ഇൻ ദ കമ്പനി. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിലി ഈ സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന ഒരു ഹൗസിംഗ് ലോണിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോണിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഹൗസിംഗ് ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഹൗസിംഗ് ലോൺ എടുക്കാൻ പോകുമ്പോൾ EMI അടയ്ക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ അപ്രൂവ് ആയി വരാൻ നേരത്ത് വെറുതെ നമ്മൾക്ക് ലോൺ വേണമെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ മാത്രം അവർ ലോൺ തരില്ല. അതിനവർ ഈ ലോൺ തന്നു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കുന്നത് ആരൊക്കെയാന്ന് നോക്കും. EMI അടയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ ലോൺ ആരുടെ പേരിലാണ് എടുക്കുന്നത്,
ആ EMI അടയ്ക്കാൻ പോകുന്നവർക്ക് ഒന്നെങ്കിൽ സാലറി ഇൻകം കാണും, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൗസിംഗ് ലോൺ തരുമ്പോൾ ബാങ്കിന്റെ സെക്യൂരിറ്റി ഇതാണ്. അതായത് ഇന്ന ആൾക്ക് സാലറി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ബിസിനസ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് അവർക്ക് വരുമാനം വരുന്നുണ്ട്, ആ വരുമാനത്തിൽ നിന്ന് അവർ EMI തന്നോളൂ. ഒരു വരുമാനം ഇല്ലാത്ത ഒരാൾക്ക് ഹൗസിംഗ് ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്, വളരെ കുറവാണ്. കാരണം ബാങ്കിന് എന്താണ് ഗ്യാരണ്ടി, ഈ പൈസ തിരിച്ചു കിട്ടുമെന്ന് ഉള്ളത്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ കൂടിയും ഇത് രണ്ടും ഉണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ കൂടെ ചിലപ്പോൾ നമ്മുടെ ആ ലാൻഡിന്റെ പ്രോപ്പർട്ടി ഇവർ വാങ്ങിച്ചു വെക്കും. അതായത് ഇനിയിപ്പോൾ EMI സാലറിഡ് എംപ്ലോയീസിനാണ് ഞാൻ കൊടുത്തെങ്കിലും ഹൗസിംഗ് ലോൺ ബിസിനസ്സിനാണെങ്കിലും you can face a situation where the salaried employee loses his job or the business is at a loss. ഇത് രണ്ടും വന്നു കഴിഞ്ഞാലും ബാങ്കിന് അപ്പോഴും നഷ്ടമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു നഷ്ടം നികത്താൻ ബാങ്ക് എന്ത് ചെയ്യും, ഈ ലാൻഡിന്റെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സും മോർഗേജ് ചെയ്ത് വെക്കും. അതായത് എന്തെങ്കിലും അങ്ങനെ ഒരു EMI ഇവർക്ക് രണ്ടുപേർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, നമ്മളുടെ ആ ഭൂമി ബാങ്ക് കയ്യേറിയിട്ട് അത് വിറ്റ് ബാങ്കിന്റെ ലോണ് തിരിച്ചെടുക്കും. എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കസ്റ്റമറിന് കൊടുക്കും. സോ ഇതിനെയാണ് സെക്യൂർഡ് ഡിബെഞ്ചർ അല്ലെങ്കിൽ സെക്യൂർഡ് ലോൺസ് എന്ന് പറയുന്നത്. അതായത് ലോൺ നമ്മൾ കൊടുക്കുമ്പോൾ ആ ലോൺ തന്ന ആൾക്ക് തിരികെ കിട്ടാനുള്ള ഒരു സെക്യൂരിറ്റി വേണം, അല്ലെങ്കിൽ തിരികെ കിട്ടാൻ അയാൾക്ക് ഒരു ഉറപ്പ് വേണം, തിരികെ നമ്മൾക്ക് പൈസ ഏതെങ്കിലും ഒരു വിധത്തിൽ കിട്ടും എന്നുള്ളത്. അതിനു വേണ്ടി നമ്മൾ ഏതെങ്കിലും അസറ്റ്സ് ആരുടെ കയ്യിൽ നിന്നാണോ ഈ പൈസ കിട്ടേണ്ടത് അവരുടെ മറ്റേതെങ്കിലും അസറ്റിൽ നമ്മളൊരു ചാർജ് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ആ അസറ്റ് ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനോട് പറയാതെ നമ്മൾ കമ്പനിക്ക് വിൽക്കാൻ പറ്റത്തില്ല. കാരണം പൈസ ഇല്ലെങ്കിൽ ഈ അസറ്റ് വിറ്റിട്ടാണ് അൾട്ടിമേറ്റ്ലി ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കേണ്ടത് അല്ലേ. സോ സെക്യൂരിറ്റി അല്ലെങ്കിൽ ചാർജ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അസറ്റ് ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് ഓഫ് only with the approval of debenture holders. കാരണം ആ അസറ്റിന്മേൽ അവർക്കാണ് റൈറ്റ്സ് ഉള്ളത്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ഡിബെഞ്ചർ ഉണ്ട്, കുറച്ചും കൂടെ റിസ്കി ആയിട്ടുള്ള, വിച്ച് ആർ അൺസെക്യൂർഡ് ഡിബെഞ്ചേഴ്സ്. അതായത് അൺസെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഡിബെഞ്ചർ. സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ഡിബെഞ്ചർ. ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ കമ്പനി റിഡീം ചെയ്യേണ്ട സമയമാകുമ്പോൾ അല്ലെങ്കിൽ കാലാവധി കഴിയുമ്പോൾ പൈസ തരും, പൈസ ഇല്ലെങ്കിലോ the debenture holders have to suffer the loss, but they'll get the interest every year. ഇൻട്രസ്റ്റിനെ കുറിച്ചല്ല നമ്മൾ ഇവിടെ പറയുന്നത്, റീപേയ്മെന്റ് നടക്കാൻ പറ്റുമോ ഇല്ലയോ അതിനെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ സെക്യൂരിറ്റിയിൽ മേൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇനി സെക്യൂർഡ് ഡിബെഞ്ചേഴ്സിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ചാർജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള ചാർജ് ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ഫിക്സ്ഡ് ചാർജും മറ്റൊന്ന് ഫ്ലോട്ടിംഗ് ചാർജും. വാട്ട് ഈസ് ഫിക്സ്ഡ് ചാർജ്? ഫിക്സ്ഡ് ചാർജിനകത്തുള്ള സെക്യൂർഡ് ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ അവരൊരു സ്പെസിഫിക് അസറ്റിന്മേലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള അസറ്റ്സിന്മേലായിരിക്കും ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് ബിൽഡിങ്ങിന്മേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് മോട്ടോർ വെഹിക്കിൾ ഉണ്ടായിരുന്നു, അതിന്മേലും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് അസറ്റിന്മേലാണ് ഈ സെക്യൂർഡ് ഡിബെഞ്ചേഴ്സിന് ചാർജ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് അസറ്റ് വിറ്റിട്ടാണ് ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ലൈബിലിറ്റി പേ ഓഫ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടത്. പക്ഷെ ഫ്ലോട്ടിംഗ് ചാർജ് ആണെങ്കിലോ ഏത് അസറ്റിന്മേൽ ചാർജ് ആണെന്ന് ജനറൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ജനറലി പറയുകയാണ് കമ്പനിയുടെ അസറ്റ്സ് വിറ്റിട്ടായിരിക്കണം കമ്പനിയുടെ അസറ്റ്സ് വിറ്റിട്ടായിരിക്കണം ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് തിരിച്ചു കൊടുക്കണം. സോ ഫ്ലോട്ടിംഗ് ചാർജ് ഇന്ന അസറ്റ് എന്ന് പറയുന്നില്ല, എല്ലാ അസറ്റിൽ നിന്നും പൈസ കളക്ട് ചെയ്ത് ഇവർക്ക് നമ്മൾ കൊടുക്കണം. അത് ഏത് അസറ്റ് വിറ്റാലും ഇവർക്ക് വിരോധമില്ല. പക്ഷെ ഫിക്സഡ് ചാർജ് ആണെങ്കിൽ അവർ അസറ്റും പറയും ഏത് അസറ്റിന്മേലാണ് ഞാൻ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് വിൽക്കണമെങ്കിൽ ആരുടെ approval വേണം ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. So those are two additional points under debenture holders. So unsecured debentures മറ്റൊരു പേരാണ് unsecured or naked debentures. It is nothing but you don't have any security over any asset. So at the time of repaying the debenture holders, if the company is at a shortfall of cash, this debenture holders will have to face a loss. കാരണം വേറെ എവിടെ നിന്നും കാശ് തരാവുന്ന ഒരു സെക്യൂരിറ്റിയും കമ്പനി നമ്മൾക്ക് തന്നിട്ടില്ല. പക്ഷെ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും കിട്ടിക്കും. അവസാനം തിരിച്ചു പൈസ കൊടുക്കുന്നതിനെ കുറിച്ചാണ് അൺസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്തത്, കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പറയും. So next type of debentures then are convertible debentures. Already we said convertible preferentials നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് ഈ ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സിനകത്ത് ഓൾറെഡി പറയും എത്ര നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഇന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ, ജനറലി ഇന്ന പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഡിബെഞ്ചർ ഒക്കെ ഷെയർസ് ആയിട്ട്
കൺവേർട്ട് ആകും. അങ്ങനെ പറയുന്ന ഡിബെഞ്ചേഴ്സിനെ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ് എന്നും, ഒരിക്കലും കൺവേർട്ട് ആകുകയില്ല, ഡിബെഞ്ചർ ആയിട്ട് തന്നെ നിൽക്കും. അൾട്ടിമേറ്റ്ലി ഇത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കും. ആ ഒരു കണ്ടീഷൻ മാത്രം അറ്റാച്ച് ചെയ്യുന്ന ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ ദോസ് വിൽ ബി നോൺ കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സ്. Then we have redeemable debentures. Redeemable, as we discussed in preferential, same meaning. കുറച്ച് നാളുകൾക്ക് ശേഷം തിരികെ നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കുന്നു, റിഡംഷൻ ടു പേ ബാക്ക്. അതിനെയാണ് ഈ റിഡീമബിൾ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. Irredeemable debentures. Irredeemable debentures issue ചെയ്യാം, which means എത്ര വർഷം കഴിഞ്ഞിട്ട് ഈ പേയ്മെന്റ് കൊടുക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഇല്ല, പേയ്മെന്റ് കൊടുക്കില്ല. This debentures will only be paid back to this debenture holders at the time of winding up of company, അല്ലെ at the time of liquidation എന്നാണ് ഈ winding upന്റെ ടെക്നിക്കൽ വേർഡ്. വൈൻഡിങ് അപ്പ്, അതായത് കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് മാത്രം, അതിപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അന്ന് മാത്രമാണ് ഇർറിഡീമബിൾ ആയിട്ട് ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചേഴ്സിന്റെ പൈസ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കും. പക്ഷെ റിഡീമബിൾ ഡിബെഞ്ചർ ആണെങ്കിലോ ആ ഡിബെഞ്ചർ ഇൻസ്ട്രുമെന്റിനകത്ത് പറയും 5 കൊല്ലങ്ങൾക്ക് ശേഷം അല്ലെ 10 കൊല്ലങ്ങൾക്ക് ശേഷം, ആ പീരീഡ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. ഇർറിഡീമബിൾ ഒരിക്കലും പൈസ തിരിച്ചു കൊടുക്കേണ്ട, only at the time of winding up. അതിപ്പോൾ എന്ന് നടന്നാലും 50 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും 100 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അന്ന് മാത്രമേ ഇർറിഡീമബിൾ ഡിബെഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ. സോ ഉടനെ ഒന്നും മൈൻഡ് അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പൈസ ഒരിക്കൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നേ, അതെന്ന് നടക്കുന്നു അന്ന് മാത്രമായിരിക്കും പൈസ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഇർറിഡീമബിൾ ഡിബെഞ്ചേഴ്സ്. Then we have registered debentures. Registered debentures are nothing but ആ ഡിബെഞ്ചർ ഇൻസ്ട്രുമെന്റ് ആർക്കാണ് ഇഷ്യൂ ചെയ്തത് അയാളുടെ പേര് ഒരു രജിസ്റ്ററിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും, ഇന്ന ആളുടെ പേരിലുള്ള ഡിബെഞ്ചർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രജിസ്റ്റേർഡ് ഡിബെഞ്ചർ ആണെങ്കിൽ മറ്റൊരു ആൾക്ക് നമ്മൾക്ക് ഈ ഡിബെഞ്ചർ ട്രാൻസ്ഫർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ട്രാൻസ്ഫർ നോട്ട് ഈസി, ബിക്കോസ് ഇപ്പോൾ എൻ്റെ പേരിലുള്ള രജിസ്റ്റേർഡ് ഡിബെഞ്ചർ ആണെങ്കിൽ അതിനകത്ത് കാണും ഇറ്റ് ഇസ് ഫോർ സീന എന്നുള്ളത്. സോ സീന cannot transfer easily to somebody else, but there are other type of debentures which are bearer debentures. അതായത് അതിനകത്ത് ആരുടെ പേരെന്നില്ല, ആർക്ക് വേണമെങ്കിലും ഈ ഡിബെഞ്ചർ ഹോൾഡ് ചെയ്യാം. അപ്പോൾ സീന എന്ന് പറയുന്ന ആൾ ഈ ഡിബെഞ്ചർ വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് പൈസയുടെ ആവശ്യം വരികയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇത് മറിച്ച് വെക്കാം, മറ്റൊരാൾക്ക് നമ്മൾക്ക് വിൽക്കാം. ഒരു ബ്രോക്കറിനെ ഇടയ്ക്ക് വെച്ചാൽ മതി, ഇപ്പം നല്ലൊരു ബയറിനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ട്രാൻസ്ഫറിന് വലിയ പ്രശ്നമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഇത് മാറിയും മറിഞ്ഞും വാങ്ങിച്ചുകൊണ്ടിരിക്കാം. കമ്പനി അതിന്മേലുള്ള ഒരു ചെക്കൊന്നും നടത്തത്തില്ല, അതായത് ആരുടെ പേരിലാണ് എപ്പോഴും എന്നുള്ളതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പോകുന്നില്ല. പക്ഷെ രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സ് ആണെങ്കിൽ രജിസ്റ്ററിൽ ഇവർ മെൻഷൻ ചെയ്ത് വെക്കും ഇന്ന ഡിബെഞ്ചർ ഇന്ന ആളുടെ പേരിലുള്ളതാണെന്ന്. അതുകൊണ്ട് ഈ ട്രാൻസ്ഫർ കുറച്ച് പാടാണ്. ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലെന്നല്ല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ബട്ട് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട്. ആൻഡ് ഈ രജിസ്റ്റേർഡ് ഡിബെഞ്ചേഴ്സിൽ നിന്ന് ഇൻട്രസ്റ്റ് അപ്പോൾ ആർക്കേ കിട്ടുകയുള്ളൂ, ആ രജിസ്റ്ററിൽ മെൻഷൻ ചെയ്യുന്ന ആൾക്കാർക്കും ഇൻട്രസ്റ്റ് ഇൻകവും കിട്ടാൻ പോകും. പക്ഷെ ബെയറർ ഡിബെഞ്ചർ ആണെങ്കിലോ ആർക്ക് വേണമെങ്കിലും ഡിബെഞ്ചർ ഹോൾഡ് ചെയ്യാം, അല്ലെ ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫറും ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന അന്ന് ആരാണോ ഡിബെഞ്ചർ ഹോൾഡർ അവർക്കായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ കമ്പനി ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ഇമാജിൻ എല്ലാ വർഷവും 31st March ആണ്. അപ്പോൾ ഓരോ വർഷം കൂടി വേണം. അപ്പോൾ 12 മാസത്തെയാണ് ഒരാൾക്ക് കിട്ടേണ്ടത്, അല്ലേ, 1st April ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇമാജിൻ 30th March എനിക്ക് പൈസയുടെ ആവശ്യം വന്ന് ഞാൻ എൻ്റെ ഡിബെഞ്ചർ എടുത്ത് മറ്റൊരാൾക്ക് കൊടുത്തു. അപ്പോൾ 31st March കമ്പനി ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആരാണ് ഹോൾഡർ, ഡിബെഞ്ചർ വാങ്ങിച്ചത് മറ്റൊരാളാണ്. ഇപ്പോൾ സീന ഇഫ് സോൾഡ് ടു ടിനു, ഇറ്റ് വിൽ ബി in the custody of Tinu 31st March. അപ്പോൾ കമ്പനി എന്താണ് നോക്കുന്നത്, 31st March ആരുടെ കയ്യിലാണോ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം മാത്രമേ ടിനു ഹോൾഡ് ചെയ്യുന്നുള്ളെങ്കിലും ടിനുവിന് 12 മാസത്തെയും ഇൻട്രസ്റ്റ് കിട്ടും. ശരിക്കും കിട്ടേണ്ടത് ആർക്കായിരുന്നു, സീനയ്ക്കായിരുന്നു കിട്ടേണ്ടത്. ഒരു ദിവസത്തെ ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ടിനു എന്ന് പറയുന്ന ആൾക്ക് കൊടുക്കാം. പക്ഷേ ബെയറർ ഡിബെഞ്ചർ ആയത് കാരണം കമ്പനി ചെക്ക് ഒന്നും ചെയ്യില്ല, ആരുടെ കയ്യിലാണ് എല്ലാ ദിവസവും പൊക്കോണ്ടിരിക്കുന്നത് അതനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് ഒന്നും കമ്പനി കൊടുക്കാൻ പോകുന്നില്ല. കമ്പനി ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന ആരാണോ ഇതിന്റെ ഹോൾഡർ അയാൾക്ക് അങ്ങോട്ട് കൊടുത്തേക്കുകയാണ്.
So that is bearer debentures. So these are some of the types of debentures: secured and unsecured, convertible and non-convertible, redeemable, irredeemable, and registered and bearer debentures. Yeah. So now let us move on to the journal entries in debentures. നമ്മൾ ഏറ്റവും ആദ്യം ഇഷ്യൂ ഓഫ് റിഡീമബിൾ ഡിബെഞ്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇഷ്യൂ ഓഫ് റിഡീമബിൾ ഡിബെഞ്ചേഴ്സ്. Now when I say redeemable debentures, it means റിഡംഷനിൽ എന്ത് നടക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ കൂടെ നമ്മൾക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഇർറിഡീമബിൾ ഡിബെഞ്ചേഴ്സ് പ്രത്യേകിച്ച് അപ്പോഴൊന്നും അഡീഷണലി പഠിക്കേണ്ട കാര്യമില്ല. ജേർണൽ എൻട്രി, ഈ ഒരു ജേർണൽ എൻട്രീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ ലോജിക്കലി ക്രിയേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ ജേർണൽ എൻട്രീസ് നമ്മൾ പഠിക്കുന്നത് റിഡീമബിൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ, ഡിബെഞ്ചർ. നമ്മൾ ജേർണലൈസ് പഠിക്കുന്ന അൾട്ടിമേറ്റ്ലി ഇഷ്യൂവിൻ്റെയാണ് കേട്ടോ. അതായത് ഇഷ്യൂ ചെയ്യുമ്പോൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഓഫ് ദോസ് ടൈപ്പ് ഓഫ് ഡിബെഞ്ചേഴ്സ് വിച്ച് ആർ redeemable. So journal entries of issue of redeemable debentures. So the first type of journal entry B, debenture issued at par and redeemable at par. Why are we talking about redeemable also at the first stage itself? Because നമ്മൾ പറഞ്ഞു redeemable debentures ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ കമ്പനി ആ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ ആ ഡോക്യുമെന്റിൽ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യും. എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്, എത്ര നാളുകൾക്ക് ശേഷമാണ് ഞാനിത് റിഡീം ചെയ്യേണ്ടത്, എത്ര രൂപയാണ് ഞാൻ റിഡീം ചെയ്യുമ്പോൾ ഓരോ ഡിബെഞ്ചർ ഹോൾഡേഴ്സിനും തിരികെ കൊടുക്കേണ്ടത് എന്നെല്ലാം നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്യും. അതുകൊണ്ടാണ് ഇഷ്യൂവിന്റെ സമയത്ത് തന്നെ ഭാവിയിൽ നടക്കാൻ പോകുന്ന റിഡംഷനെ കുറിച്ച് നമ്മൾക്കൊരു ഐഡിയ ഉണ്ട്. So therefore we will record accordingly. Now what will be the entry? എൻട്രി നമ്മൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ തന്നെ എല്ലാം കിട്ടിയെന്നുള്ള രീതിയിൽ നമ്മൾക്ക് എൻട്രി ചെയ്താം. പക്ഷെ അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഷെയർസിന്റെ ബ്രേക്ക് വന്നതുപോലെ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് കോൾ സ്റ്റേജസിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള എൻട്രി എഴുതിക്കോളും. Now we are going to talk about only those entries or only such type of examples where മുഴുവൻ പൈസയും ഒറ്റയടിക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ. സോ ഏറ്റവും ആദ്യം ഈ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ അപ്ലൈ ചെയ്ത് നമ്മൾക്ക് പൈസ ബാങ്കിലേക്ക് വരും. സോ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആൻഡ് വി വിൽ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് ക്രെഡിറ്റ് ചെയ്യും, ഒന്ന് റൂട്ട് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ. കാരണം ഇത് രണ്ടും അലോട്ട് ചെയ്ത് വരുന്ന ദിവസവും ഈ പൈസ നമ്മളുടെ കയ്യിലേക്ക് വരുന്നത് 2 ദിവസങ്ങളിലായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അലോട്ട് ചെയ്യുന്നിടം വരെ ദേ ഹാവ് നോട്ട് ബിക്കം മൈ ക്രെഡിറ്റേഴ്സ് ഓർ ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. സോ ആ ഒരു ഗ്യാപ്പ് ഒക്കെ ഉള്ളത് കാരണം നമ്മൾ ഡിബെഞ്ചർ എന്ന് പറയുന്ന ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ വഴിയാണ് ഈ പൈസ വന്നതെന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? വൺസ് ഐ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ഓൾ ദീസ് parties who have given me cash are going to be my debenture holders, anna adu finalize ആയി കഴിയുമ്പോൾ they have become my liability. So then I will transfer from debenture application to debenture account. ഇനി ഷെയറിന്റെ കേസിൽ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഡിബെഞ്ചറിന് നമ്മൾ അങ്ങനെ ഡിബെഞ്ചർ ക്യാപിറ്റൽ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് നോട്ട് എ ക്യാപിറ്റൽ, ഇറ്റ്സ് എ ലയബിലിറ്റി. സോ വി വിൽ റൈറ്റ് ടു ഡിബെഞ്ചർ. പക്ഷെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. വി വിൽ മെൻഷൻ ദ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റാച്ച്ഡ് വിത്ത് ഈച്ച് ഡിബെഞ്ചർ. സോ നമ്മൾ എഴുതുമ്പോൾ ഡിബെഞ്ചറിന്റെ ലെഡ്ജറിന്റെ പേര് to 5% or to 10%, whatever be the percentage of interest of those debentures, ആ ഒരു പ്രീഫിക്സ് വെച്ചിട്ടായിരിക്കും ലെഡ്ജർ മെൻഷൻ ചെയ്യുന്നത്. സോ ദിസ് 5% ഡിബെഞ്ചർ ആണ് അൾട്ടിമേറ്റ്ലി ലോങ് ടേം ബോറോയിങ് ആയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ കാണിക്കാൻ പോകുന്നത്. സോ പാറിൽ തന്നെ വാങ്ങിച്ചു, പാറിൽ തന്നെയാണ് റിഡീം ചെയ്യുന്നത്. അതായത് 100 രൂപയുടെ ഡിബെഞ്ചറാണ് ഇഷ്യൂ ചെയ്തതെന്ന് വെക്കാം. 100 രൂപയ്ക്ക് തന്നെയാണ് എത്ര വർഷങ്ങൾക്ക് ശേഷം റിഡീം ചെയ്താലും നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത്. വിച്ച് മീൻസ് ഇഷ്യൂഡ് അറ്റ്, എക്സാമ്പിൾ നമ്മൾക്കൊന്ന് എടുക്കാം, ഇഷ്യൂഡ് അറ്റ് 100 and redeemable after
10 years at 100. അതായത് നമ്മൾ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോൾ 100 രൂപയാണ് വാങ്ങിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോഴും നമ്മൾ എത്ര രൂപയെ തിരിച്ചു കൊടുക്കുകയുള്ളൂ? 100 രൂപയെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ 10 വർഷം നമ്മളുടെ കയ്യിൽ, കമ്പനിയുടെ കയ്യിൽ പൈസ കിടന്നത് കാരണം ഇൻവെസ്റ്ററിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അതിനെക്കുറിച്ച് പറയണ്ട. കാരണം എല്ലാ വർഷവും നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞവർക്ക് ഒരു വരുമാനം കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് already eligible for them. We are only talking about ഡിബെഞ്ചറിന്റെ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് മാത്രമാണ്. ഇൻട്രസ്റ്റ് അവർക്ക് കിട്ടിക്കോളും. സോ എക്സാമ്പിൾ ആയിട്ട് 100 രൂപ നമ്മൾക്ക് കിട്ടി, 10 വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊടുക്കേണ്ടത് 100 രൂപയാണെങ്കിൽ ഹൗ വിൽ യു റെക്കോർഡ് ദ എൻട്രി? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ബാങ്കിലേക്ക് കിട്ടിയത് എത്ര രൂപയാണ്? 100 രൂപയാണ്. ഒരാളെ ഇഷ്യൂ, ആ ഒരു എക്സാമ്പിൾ നമ്മൾക്ക് എടുക്കാം, 100 rupees. കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പത്തിന്. സോ ബാങ്ക് അക്കൗണ്ടിലേക്ക് 100 വരും, ആപ്ലിക്കേഷനിലേക്ക് 100. Since it's redeemable also at par, ഈ 100 രൂപ ഞാൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇറ്റ് ഈസ് മൈ ലയബിലിറ്റി. 100 എന്ന് പറഞ്ഞാൽ 5% ഡിബെഞ്ചർ ആയിട്ട് കാണിക്കും. കാരണം നമ്മൾ ഡിബെഞ്ചറിലേക്ക് കാണിക്കുന്നത് ഷെയർസ് പോലെ തന്നെ ഫേസ് വാല്യൂവിലായിരിക്കും. This is always going to be a face value. So first entry, debenture issued at par and redeemable at par. Now next will be debentures issued at par and redeemable at par or discount. Debentures issued at discount. Debentures issued at discount and redeemable at par or discount. Yeah. So which means നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ, ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം, issued at ഡിസ്കൗണ്ട്, അതായത് ഫേസ് വാല്യൂവിനേക്കാളും താഴെ പോകുന്നതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഡിസ്കൗണ്ടിനാണ് കൊടുത്തെങ്കിൽ, ഇമാജിൻ ഈ സെയിം എക്സാമ്പിളിൽ 100 രൂപയുടെ ഫേസ് വാല്യൂ നമ്മൾ 90-നാണ് കൊടുത്തത്. 90-നാണ് കൊടുത്തത്. ആൻഡ് റിഡീമബിൾ അറ്റ് പാർ ഓർ ഡിസ്കൗണ്ട്, തിരികെ കൊടുക്കുന്നത് പാറിലാണെന്ന് വെക്കുക. നമ്മൾക്ക് ആ ഒരു എക്സാമ്പിൾ എടുക്കാം. തിരികെ കൊടുക്കുന്നത് പാറിൽ ആണെങ്കിൽ, അതായത് 90 രൂപയെ നമുക്ക് കിട്ടിയുള്ളൂ, 10 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരികെ കൊടുക്കേണ്ടത് 100 രൂപയാണെങ്കിൽ ഹൗ വിൽ യു റെക്കോർഡ് ദ എൻട്രി? ഫസ്റ്റ് എൻട്രി വിൽ അഗൈൻ ബി സെയിം, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. എത്രയാണ് നമ്മൾക്ക് കിട്ടിയത്? ഇഷ്യൂഡ് അറ്റ് 90 ആണ്. അപ്പം ബാങ്കിലേക്ക് നമ്മൾക്ക് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് വരാൻ പോകുന്ന 90 അല്ലേ. സോ ദാറ്റ് വിൽ ബി 90. 2, ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ, which is 90. The next allotment stage is debenture application account debit. 90 ആണ് നമ്മുടെ അക്കൗണ്ടിലുള്ളത്. പക്ഷേ ഡിബെഞ്ചേഴ്സ് എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു എപ്പോഴും we have to write a face value, which means ഈ 10 rupees എന്താണ്? ഈ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമാണ്. 100 രൂപയുടെ സാധനം 90-ന് കൊടുത്തു. So discount on issue is a loss to the company or expense which will be debited. So discount on issue of debentures എന്ന് നമ്മൾ പറഞ്ഞ് റെക്കോർഡ് ചെയ്യും 10 രൂപ. And this discount on issue of debentures, even if it's loss or expense, it is actually a loss over these 10 years. ഈ 10 വർഷം കൊണ്ടാണ് ശരിക്കും എനിക്ക് നഷ്ടം വരുന്നത് അല്ലേ. ഇയർ 1-ൽ 90 കിട്ടി, 10 വർഷങ്ങൾക്ക് ശേഷം ഇയർ 10 കഴിയുമ്പോൾ അല്ലെ 11 സ്റ്റാർട്ട് ആകുമ്പോൾ ഞാൻ 100 രൂപ കൊടുക്കണം. അപ്പോൾ ഈ 10 രൂപ കുറവ് വന്നത് ശരിക്കും ഈ 10 വർഷത്തെ സ്പാനിലാണ്. സോ ഈ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് വിൽ ബി റിട്ടൺ ഓഫ് ഓവർ ലൈഫ് ഓഫ് ഡിബെഞ്ചേഴ്സ്. അതായത് എത്ര നാളത്തേക്കാണോ നമ്മൾ റിഡീം ചെയ്ത് കൊടുക്കാനിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര നാളുകൾക്ക് ശേഷമാണ് റിഡീം ചെയ്ത് കൊടുക്കുന്നത്, അതിനെയാണ് ഈ ലൈഫ് ഓഫ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. 10 വർഷം ആണെങ്കിൽ 10 വർഷമാണ് ഡിബെഞ്ചറിന്റെ ലൈഫ്. ആ 10 വർഷം കൊണ്ടായിരിക്കും നമ്മൾ ഈ 10 രൂപ എഴുതി തള്ളാൻ പോകുന്നത്. സോ എല്ലാ വർഷവും ഓരോ രൂപ വീതമായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ്, എക്സ്പെൻസ് അല്ലെ കറണ്ട് ഇയർ ലോസ് എന്ന് പറഞ്ഞ് എഴുതുക. അങ്ങനെ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ദിസ് ഡിസ്കൗണ്ട് അക്കൗണ്ട് വിൽ ബി കംപ്ലീറ്റ്ലി
closed down. But that will only happen at the end of 10th year. Till 10 years, നമ്മൾക്ക് ഓരോ വർഷവും ഡിസ്കൗണ്ട് അക്കൗണ്ട് കുറേശ്ശെ എമൗണ്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ഏത് ബാലൻസ് ആണ്? ഡെബിറ്റ് ബാലൻസ് ആണല്ലേ. അപ്പോൾ ഇത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് നമ്മൾക്ക് ബാലൻസ് ഷീറ്റിൽ ഒരു ലോസ് ആയിട്ട് കിടക്കും. ബാലൻസ് ഷീറ്റിൽ പി ആൻഡ് എൽ ലോസ് വന്നു കഴിഞ്ഞാൽ പി ആൻഡ് എല്ലിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരുന്നത് അല്ലേ, ലോസ് ആണെങ്കിൽ. അപ്പോൾ ആ ലോസുകളുടെ കൂട്ടത്തിൽ അല്ലെ പ്രിലിമിനറി എക്സ്പെൻസസ് മിസലേനിയസ് എക്സ്പെൻഡിച്ചറിന്റെ ഒക്കെ കൂട്ടത്തിൽ ഈ ഡിസ്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. അവിടുന്ന് ഓരോ വർഷവും പി ആൻഡ് എല്ലിലേക്ക് റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് ഇസ് ഹൗ എൻട്രി വിൽ ബി recorded. Now, I did not mention about redeemable also at discount. Why didn't I mention anything about redeemable at discount? Imagine 90 രൂപയ്ക്കാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. നമ്മൾക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ 95 രൂപ തിരിച്ചു കൊടുത്താൽ മതി എന്ന് വിചാരിക്കുക. So which means 100 രൂപയുടെ സാധനം 90 രൂപയ്ക്ക് ഞാൻ ഇഷ്യൂ ചെയ്യുമ്പോൾ ശരിക്കും ആ സ്റ്റേജിൽ തന്നെ നമുക്ക് 10 രൂപ നഷ്ടമെന്ന് നമ്മൾക്ക് അറിയാം അല്ലേ. ഇനി തിരികെ കൊടുക്കുമ്പോൾ 95 കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. വിച്ച് മീൻസ് അതൊരു ഗെയിൻ ആണ്. 100 രൂപയുടെ സാധനം 95 ഞാൻ തിരികെ കൊടുത്താൽ മതി. സോ അൾട്ടിമേറ്റ്ലി ആ ഒരു പോർഷൻ മാത്രം ഇറ്റ്സ് എ ഗെയിൻ. അതായത് റിഡംഷന്റെ സമയത്ത് നമ്മൾ ഫേസ് വാല്യൂവിനേക്കാളും കുറച്ചാണ് റിഡംഷൻ നടത്തുന്നതെങ്കിൽ, whatever be the issue stage, റിഡംഷന്റെ സമയത്ത് നമ്മൾ പൈസ തിരിച്ചു കൊടുക്കുന്നത് ഫേസ് വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ, 100 രൂപയുടെ സാധനം 99 രൂപയ്ക്കാണെങ്കിൽ കൂടി ഡിസ്കൗണ്ട് നമ്മൾ വിളിക്കുമെങ്കിലും കമ്പനിക്ക് അതൊരു ലാഭമാണ് അല്ലേ. 100 രൂപ കൊടുക്കേണ്ടതിന് പകരം 99 കൊടുക്കുന്നുള്ളൂ. സോ കമ്പനി ഈസ് ഏർണിംഗ് എ ഗെയിൻ ഓഫ് 1 rupee. But that is a gain that will actually be realized at which year? At 10th year. ആ ഗെയിൻ റിയലൈസ് ചെയ്യാൻ പോകുന്നത് 10ാമത്തെ വർഷം മാത്രമാണ്. സോ ഇഫ് ഗെയിൻ ഇസ് ഗോയിങ് ടു ബി റിയലൈസ്ഡ് ഓൺലി അറ്റ് 10 years അല്ലെ 10th year, in the first year when issue happens, is it a realized gain or unrealized gain? It's an unrealized gain. 10ാമത്തെ കൊല്ലം എനിക്ക് ഗെയിൻ ആണെന്നറിയാം, പക്ഷെ ആദ്യത്തെ വർഷം ഇഷ്യൂ നടക്കുന്നതെന്ന് ഐ നോ ദാറ്റ് അങ്ങനെ ഒരു ഗെയിൻ എനിക്ക് കിട്ടും, പക്ഷെ അന്നേ അത് റിയലൈസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഗെയിനിനെ കുറിച്ചും ലോസിനെ കുറിച്ചും നമ്മൾ ബേസിക്സിൽ പഠിച്ച ആ കോൺസെപ്റ്റ് തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരും. കൺസർവേറ്റിസം. ലോസസ് ആണെങ്കിൽ ഏകദേശം ഒരു ഉറപ്പാണ് ലോസ് ആണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യും. ഈ ഡിസ്കൗണ്ട് ഒക്കെ റെക്കോർഡ് ചെയ്ത പോലെ ഏകദേശം ഉറപ്പാണ് ഡിസ്കൗണ്ട് ആണ് ലോസ് ആണെന്ന്. പക്ഷെ ഗെയിൻ ആണെങ്കിലോ ഏകദേശം ഉറപ്പ് പോരാ, ആക്ച്വലി അത് റിയലൈസ് ചെയ്യണം. അതായത് അതിൻ്റെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് ഒന്നെങ്കിൽ പൈസയുടെ രൂപത്തിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ കുറവാണെങ്കിലും അത് ഗെയിൻ ആണ് അല്ലേ. അങ്ങനെ ആക്ച്വലി അത് റിയലൈസ് ചെയ്താൽ മാത്രമാണ് ഗെയിൻ അല്ലെ പ്രോഫിറ്റ് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് റിഡീമബിൾ അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്ന ആ പോർഷന് ഒരിക്കലും ഇഷ്യൂവിൻ്റെ സമയത്ത് നമ്മളൊരു എൻട്രി എഴുതില്ല. പക്ഷേ റിഡംഷൻ്റെ സ്റ്റേജിൽ, അതായത് 10ാമത്തെ കൊല്ലം ഈ പൈസ എല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരു എൻട്രി വരുമല്ലോ, അന്ന് നമ്മൾ അതിനെ ഗെയിൻ ആയിട്ട് റെക്കോർഡ് ചെയ്യും. But that is not there for you at foundation level. Redemption is there only in your inter level. So ഇത്രയും മനസ്സിലാക്കുക. If redemption happens at discount, it is actually a gain for the company, but that gain will only be realized at the end of the life of debenture, which is going to be 10 years, 5 years or 15 years or whatever the case may be. അപ്പോൾ ആ വർഷം മാത്രമാണ് ഇത് റിയലൈസ് ചെയ്യുന്ന ഗെയിൻ ആകുകയുള്ളൂ. സോ റിഡംഷന്റെ എൻട്രിയുടെ ഭാഗമായിട്ട് മാത്രമായിരിക്കും ആ ഗെയിൻ നമ്മൾ റെക്കോർഡ് ചെയ്യുക, ഈവൻ ഇഫ് ക്വസ്റ്റ്യൻ ടോക്സ് അബൌട്ട് ദിസ് ഡിസ്കൗണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ സ്കിപ്പ് ചെയ്തത്. ഇനി അടുത്ത സിറ്റുവേഷൻ, ഞാൻ സെയിം എൻട്രീസ് ടൈപ്പ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ടെക്സ്റ്റിൽ നിന്ന് ഓരോ മോഡൽസ് പറഞ്ഞിട്ട് വി വിൽ ടോക്ക് അബൌട്ട് എക്സാമ്പിൾസ്. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഇഷ്യൂഡ് അറ്റ് പാർ എടുത്തു, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എടുത്തു. ഇനി അപ്പോൾ നമ്മൾക്കുള്ളത് എന്താണ്? ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിൽ, അതായത് 100 രൂപയുടെ സാധനം നമ്മൾ ഇഷ്യൂ ചെയ്തത് 110 രൂപയ്ക്കാണ്. ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പാർ ഓർ ഡിസ്കൗണ്ട്. അപ്പോൾ റിഡീം ചെയ്യാൻ നേരത്ത് റിഡീമബിൾ അറ്റ് പാർ ഓർ ഡിസ്കൗണ്ട്.
സോ വീണ്ടും പറയുന്നു, റിഡംഷൻ്റെ സമയത്ത് ഡിസ്കൗണ്ടിനെ കുറിച്ച് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നാലും വി ഡോണ്ട് റെക്കോർഡ് എനിത്തിങ് as part of a journal entry because it's a gain that is only going to be realized after many years. So how are we going to record the issue entry for now? അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പോകുന്നത് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണ്. അപ്പോൾ ഫേസ് വാല്യൂ എപ്പോഴും 100 ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുക. നമ്മൾ ഷെയർസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ സാധാരണ ഇക്വിറ്റി ഷെയർ 10 രൂപയും പ്രിഫറൻസ് ഷെയർ 100 രൂപയാണ് അസ്യൂം ചെയ്യുന്നത്. ഡിബെഞ്ചറും സാധാരണ 100 ആണ്. എന്നാൽ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ക്വസ്റ്റ്യനിൽ മറ്റൊരു ഫേസ് വാല്യൂവിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തോളൂ കേട്ടോ. പക്ഷെ പൊതുവെ ഒന്നും പറയുന്നില്ലെങ്കിൽ ഡിബെഞ്ചറും പ്രിഫറൻസ് ഷെയറും 100 എന്നുള്ള ഫേസ് വാല്യൂ, ഇക്വിറ്റി ഷെയറിന് 10 ആണ് ജനറലി അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു രീതിയിൽ ഞാൻ ഡിബെഞ്ചർ ഫേസ് വാല്യൂ 100 ആണ്. അപ്പോൾ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണെങ്കിൽ ഐ ഹാവ് ടു ഇഷ്യൂ അറ്റ് 110 ആൻഡ് റിഡംഷൻ അറ്റ് പ്രീമിയം, അതായത് റിഡംഷൻ ആഫ്റ്റർ 10 years അറ്റ് പ്രീമിയം at par 100 rupees. So എന്തായിരിക്കും എൻ്റെ എൻട്രി? സെയിം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ ഇവിടെ എൻട്രീസ് ഒന്ന് മാറ്റുകയാണ് കേട്ടോ. ഹെഡിങ് ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഡിബെഞ്ചർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയത്തിൻ്റെ എൻട്രി ഞാൻ ഇവിടെ പറയുകയാണ്. So if it is issued at a premium 110 rupees എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അല്ലേ? And what will be the entry or what will be or how are you going to record it as part of allotment entry? അതായത് ഡിബെഞ്ചർ ലയബിലിറ്റി ആക്കുന്ന എൻട്രിയിൽ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യും? So here ഡിബെഞ്ചർ ആപ്ലിക്കേഷനിൽ അപ്പോൾ എത്ര കിടപ്പുണ്ട്? 110 കിടപ്പുണ്ട്. ഡിബെഞ്ചർ എന്ന് പറയുന്ന ലയബിലിറ്റി നമ്മൾ എത്ര രൂപയ്ക്ക് എഴുതാൻ പറ്റുള്ളൂ? ഫേസ് വാല്യൂ 100. So which means our journal entry is not tallied. So we will take this to something called securities premium. അപ്പോൾ ഷെയർ വിറ്റാലും എബവ് ഫേസ് വാല്യൂ ആണ് വിൽക്കുന്നതെങ്കിലും സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്ക് പോകും. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതും പ്രീമിയത്തിലാണെങ്കിൽ ആ എക്സസ് എമൗണ്ട് എങ്ങോട്ടേക്ക് പോകും? പ്രീമിയം അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു എൻട്രിയിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു എൻട്രി അല്ലെങ്കിൽ ലൈൻ ഐറ്റം വരില്ല. എൻട്രി വിൽ ബി ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബെഞ്ചേഴ്സ് ടു X% ഡിബെഞ്ചർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. Yeah. So that is going to be our next part of entry, next type of entry. Then let us move on to the next, which is debentures issued at par and redeemable at premium. Debentures issued at par and redeemable at premium. I'll do one thing. ഇത് ഒരു പുതിയൊരു ലെഡ്ജർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം പഠിച്ച 3 ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസിൻ്റെ ജേർണൽ എൻട്രീസ് ഒരു ക്വസ്റ്റ്യൻസ് സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് ചെയ്ത് നോക്കാം. സോ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണ്. ഇലസ്ട്രേഷൻ നമ്പർ 1. അൻമോൾ ലിമിറ്റഡ് ഇഷ്യൂഡ് 40 lakh 9% ഡിബെഞ്ചേഴ്സ് ഓഫ് 50 each. അപ്പോൾ ഞാൻ പറഞ്ഞു പൊതുവെ 100 ആണ് വരുന്നത്, പക്ഷേ ഇവിടെ സ്പെസിഫിക്കലി 50 രൂപയുടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫേസ് വാല്യൂ 50 രൂപയാണ്. Payable on application as per term mentioned in the prospectus and redeemable at par any time after 3 years from the date of issue. Record necessary entries for issue of debentures in the books of Anmol Limited. So heading അതൊക്കെ നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നമുക്ക് ഇപ്പോൾ എൻട്രി മാത്രം ഒന്ന് റെക്കോർഡ് പെട്ടെന്ന് ചെയ്യാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 1 ഫ്രം ഡിബെഞ്ചർ ചാപ്റ്റർ. ഏറ്റവും ആദ്യത്തെ എൻട്രി ബാങ്കിലേക്ക് പൈസ വരുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. എത്രയാണ് ഡിബെഞ്ചർ? 40 ലക്ഷം ഡിബെഞ്ചർ ഉണ്ട് ഓഫ് 50 each, which means നമ്മൾക്ക് ബാങ്കിലേക്ക് വരാൻ പോകുന്നത് 40 lakhs into 50 ആണ്, which is going to be 2000 lakhs. സോ നിങ്ങൾ ഹെഡിങ്ങിൽ ഇൻ ലാക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നേരെ 2000 എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ appropriately zeros ഇട്ടോളൂ. So bank account debit 2000 lakhs to so it's going to be 20 million. So bank account debit 2000 lakhs to debenture application 2000 lakhs. Yeah.
ദെൻ അടുത്തത് എന്തായിരുന്നു? റിഡംഷൻ നടക്കുന്നതും. അപ്പൊ ഇവിടെ വിറ്റിരിക്കുന്നത് പാറിലാണ്, റിഡംഷനും അറ്റ് പാർ തന്നെയാണ്, എനി ടൈം ആഫ്റ്റർ 3 years. സോ അടുത്ത എൻട്രി റിഡംഷന്റെ എൻട്രി അല്ല നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, റിഡംഷന്റെ സമയത്ത് എത്ര കൊടുക്കണം എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കണം. കാരണം അതനുസരിച്ച് നമ്മൾ സെക്കൻഡ് എൻട്രിയിൽ കുറച്ച് മാറ്റങ്ങൾ വരും. ഇവിടെ പാറിൽ തന്നെ ആയത് കാരണം എൻട്രിയിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ടബിൾ 2000 lakhs to 9% ഡിബെഞ്ചർ ടു എപ്പോഴും പ്രീഫിക്സ് ആ പെർസെൻറ്റേജ് ചെയ്തുകൊള്ളും. ക്വസ്റ്റനിൽ പ്രീഫിക്സ് ഒന്നും പെർസെൻറ്റേജ് തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ടു ഡിബെഞ്ചേഴ്സ് അലോൺ. സോ ഡിബെഞ്ചേഴ്സ് 2000. സോ ദിസ് ഇസ് ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിച്ച issued at par, redeemable at par in the journal entry. So let's move on to illustration number 2. Atul Limited issued 1 crore 8% debentures of 100 each. Yeah, at a discount of 10%. അപ്പോൾ ഡിസ്കൗണ്ടിലാണ് വിറ്റിരിക്കുന്നത്. Redeemable at par at the end of 10th year. Money was payable as follows: 30 on application and 60 on allotment. അപ്പോൾ ഇവിടെ allotment to application എന്നുള്ള രണ്ട് സ്റ്റേജ് വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് 10% ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ഏത് സ്റ്റേജിലാണെന്ന് പറയുന്നില്ലെങ്കിൽ ഏറ്റവും അവസാനം പൊതുവെ നമ്മൾ അലോട്ട്മെന്റിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എടുത്താൽ മതി. ഇവിടെ ആപ്ലിക്കേഷനും അലോട്ട്മെന്റ്. അപ്പോൾ അലോട്ട്മെന്റ് സ്റ്റേജിൽ ഡിസ്കൗണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. റെക്കോർഡ് നെസസറി ജേർണൽ എൻട്രീസ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. സോ എൻട്രി ഈസ് ഗോയിങ് ടു ബി ബാങ്കിലേക്ക് പൈസ വരണം അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 1 crore ഡിബെഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തത്. 1 crore ഡിബെഞ്ചേഴ്സിന്റെ ആപ്ലിക്കേഷൻ എത്രയാണ് കിട്ടുന്നത്? 30 രൂപ കിട്ടുക. റിഡീമബിൾ അറ്റ് പാർ ആണ്, ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിലാണെന്ന് മാത്രമേ ഉള്ളൂ. സോ 1 crore ഡിബെഞ്ചേഴ്സ് ഇൻടു 30 rupees ആണ് കിട്ടുന്നത്. സോ വിച്ച് മീൻസ് 30 crores. To debenture application. So next step is to transfer this debenture application to my debenture account and percentage of interest was 8%. അപ്പോൾ ഇവിടെ allotment ഒക്കെ ഉള്ള കാരണം separately നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. So 8% debenture ആണ്. To 8% debenture, same 30 crore. The next entry will be for allotment. അപ്പോൾ allotment same logic of shares and application മാത്രം ഏറ്റവും ആദ്യം പൈസ കിട്ടും, എന്നിട്ടാണ് ഡ്യൂ എൻട്രി എഴുതുന്നത്. അലോട്ട്മെന്റ് തൊട്ട് പിന്നീടുള്ളത് ഡ്യൂ എൻട്രി ആണ് ആദ്യം എഴുതുന്നത്, റെസിപ്റ്റ് പിന്നീടാണ് എഴുതുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം അലോട്ട്മെന്റിന്റെ ഡ്യൂ എൻട്രി എഴുതുക. ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. അലോട്ട്മെന്റിൽ നമ്മൾക്ക് എത്രയേ കിട്ടുന്നുള്ളൂ? 1 crore ഡിബെഞ്ചറിൽ നിന്ന് 60 രൂപയെ കിട്ടുള്ളൂ. കാരണം ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സോ വിച്ച് മീൻസ് വി ആർ ഗോയിങ് ടു ഗെറ്റ് ഓൺലി 60 crore. But how much should be credited to the liability account? It should be the face value. അപ്പോൾ ഫേസ് വാല്യൂ മുഴുവൻ അല്ല, കാരണം ഇവിടെ രണ്ട് സ്റ്റേജിലാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ 100 രൂപയുടെ സാധനം 30 രൂപ ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റേജിൽ ഫേസ് വാല്യൂ എഴുതി കഴിഞ്ഞെങ്കിൽ അലോട്ട്മെന്റ് സ്റ്റേജിൽ എത്രയായിരിക്കണം ഫേസ് വാല്യൂ കാണിക്കേണ്ടത്? 70 രൂപയല്ലേ? സോ 70 rupees into 1 crore debentures. So it is going to be 70 crore. So which means I should get only 60 crore as part of allotment receipt, but I should credit my liability of debentures to the extent of 70 crore, which means the remaining 10 crore is nothing but the loss that I'm going to incur over this 10 years time or life of debenture, which is in the nature of discount on issue of debentures. So discount on issue of debentures എന്ന് പറഞ്ഞ ഒരു ഡെബിറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യും. സോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് 10 crore. ഇത് ബാലൻസിങ് ഫിഗർ ആയിട്ട് എഴുതിയാലും വിരോധമില്ല, അല്ലെങ്കിൽ 1 crore ഡിബെഞ്ചേഴ്സ് ഇൻടു 10 rupees. ആ 10 rupees ആണെന്ന് നമുക്കറിയാം, കാരണം 10% ഡിസ്കൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ടും പ്രീമിയം ഒക്കെ എപ്പോഴും ഫേസ് വാല്യൂവിന്മേലാണ് പെർസെൻറ്റേജ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. സോ ദിസ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓവർ ദ ലൈഫ് ഓഫ് ഡിബെഞ്ചർ ഓരോ വർഷമായിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ പി ആൻഡിലേക്ക് നമ്മൾ റൈറ്റ്
റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്ത് തീരുന്നിടം വരെ ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ കുറേശ്ശെ എമൗണ്ട് കാണും. സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് ജേർണൽ എൻട്രീസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾക്ക് തേർഡ് ടൈപ്പിലേക്ക് പോകാം, വിച്ച് വാസ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് റിഡീമബിൾ അറ്റ് പാർ ഓർ ഡിസ്കൗണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഇല്ലസ്ട്രേഷൻ നമുക്ക് നോക്കാം. Koinal Chemicals Limited issued 15 lakh 10% debentures of 50 each at premium of 10%, payable as 20 on application and balance on allotment. അപ്പോൾ 50 രൂപയുടെ ഡിബെഞ്ചേഴ്സ് ആണ്, പ്രീമിയം 10% എന്നാണ്. അപ്പോൾ ഇത് ഫേസ് വാല്യൂ 50-ന്മേൽ 10% എന്ന് പറയുമ്പോൾ 5 rupees. സോ 55 rupees ആണ് ടോട്ടൽ വാല്യൂ കിട്ടാൻ പോകുന്നത്. അതിൽ 20 ആപ്ലിക്കേഷൻ ആണെങ്കിൽ ബാക്കി 35 ആണ് അലോട്ട്മെന്റ് സ്റ്റേജ്. Debentures are redeemable at par after 6 years. All the money due on allotment was called up and received. Record necessary when premium money is included in application money. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റേജിലാണെന്ന്, അതുകൊണ്ട് അങ്ങനെ എടുക്കാം. പറഞ്ഞിട്ടില്ല എന്നെങ്കിൽ we can take it up as part of allotment also. So 15 lakhന്റെ 20 ആണ് കിട്ടേണ്ടത് അല്ലേ. സോ ഏറ്റവും ആദ്യത്തെ എൻട്രി bank account debit, $15 lakh into 20 rupees. Which is going to be 3 crore. To debenture application. The next entry being due entry. For debenture application, account debit, 3 crore. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രീമിയം കളക്ട് ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ സ്റ്റേജിലാണെന്ന്. അപ്പോൾ ഡിബെഞ്ചർ പെർസെൻറ്റേജ് 10% ഡിബെഞ്ചർ. സോ 10% ഡിബെഞ്ചേഴ്സിൽ എത്രയേ പോകാൻ പാടുള്ളൂ? 15 lakhന്റെ പ്രീമിയം എത്ര രൂപയായിരുന്നു? 5 രൂപയെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഫേസ് വാല്യൂവിൻ്റെ 10% എന്ന് പറയുമ്പോൾ. സോ ദെയർഫോർ 15 rupees ആണ് ക്യാപിറ്റലിലേക്ക്, സോറി നോട്ട് ക്യാപിറ്റൽ, ഡിബെഞ്ചറിലേക്ക് പോകേണ്ടത്. സോ 15 lakh into 15 rupees is going to be 2 crore 25 lakhs. അപ്പോൾ അത്രയുമാണ് ഡിബെഞ്ചർ. ബാക്കി 75 ലക്ഷം അപ്പോൾ എന്താണ്? It is nothing but the securities premium that I have collected on 15 lakh debentures to the extent of 5 per debentures. 15 lakh into 5 is going to be 75 lakh. Then the next entry, allotmentil ബാക്കി വാങ്ങിക്കുന്നത്. അലോട്ട്മെന്റ് സ്റ്റേജ് ആയത് കാരണം ആദ്യമേ നമ്മൾ ഡ്യൂ എൻട്രി ചെയ്തു. ഡിബെഞ്ചർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ്. ഫുൾ ഡിബെഞ്ചേഴ്സും കോൾ ചെയ്ത് ഫുള്ളും കിട്ടിയെന്നാണ് പറഞ്ഞത്. അതായത് 15 ലക്ഷത്തിന്റെ ബാക്കി ഇനി എത്ര കിട്ടാനുണ്ട്? 55 മുഴുവൻ കിട്ടേണ്ടത്, അതിൽ 20 കിട്ടി. അപ്പോൾ ഇനി എത്ര ബാക്കി കിട്ടാനുണ്ട്? 35. So 15 lakh into 35 is going to be 5 crore 25 lakhs. Fully to debenture account, because premium was already collected as part of application stage. And then finally, this kittanna entry kuda receipt to bank account debit to debenture allotment. So debenture account ഒന്ന് നോക്കിക്കേ, 5 crore 25 lakhും 2 crore 25 lakhും. That is 7 crore 50 lakh. 7 crore 50 lakh divided by 50. അതായത് 15 lakhന് 50 രൂപ വെച്ച് 7 crore 50 lakh ആണ്. അപ്പം നമ്മുടെ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ലയബിലിറ്റി ആയിട്ട് നമ്മൾ കാണിക്കാൻ പോകും. So this is the third type of journal entry that we had discussed. Now let us move on to the next type of question. Let's next move on to the next type of situation, which is debentures are issued at premium and redeemable at, sorry, issued at par and redeemable at premium. Issued at par and redeemable at premium. അതായത് ഇഷ്യൂ ചെയ്ത issue price is 100 rupees.
പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം റിഡീം ചെയ്യാൻ പോകുന്നത് റിഡീമബിൾ അറ്റ് 150. ഇപ്പൊ നമ്മൾക്ക് ഇന്ന് കിട്ടുന്നത് 100 രൂപയാണെങ്കിലും 10 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിച്ച് അവർക്ക് കൊടുക്കുന്ന പ്രിൻസിപ്പൾ മുതൽ തിരിച്ചു കൊടുക്കുമ്പോൾ 150 രൂപ വീതമാണ് കൊടുക്കേണ്ടത്. 150. So how will you record the entry for issue of such a debenture? Entry. ഇനി നമ്മൾക്ക് കോമ്പൗണ്ട് എൻട്രീസ് ഒന്ന് നോക്കാം. കോമ്പൗണ്ട് എൻട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒറ്റയടിക്ക് എന്ന് വെച്ചാൽ ഈ ബാങ്ക് ടു ആപ്ലിക്കേഷൻ ടു ഡിബെഞ്ചർ എന്നുള്ളത് കോമ്പൗണ്ട് ആയിട്ടും എഴുതാം. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ കോമ്പൗണ്ട് ആയിട്ട് എഴുതുക എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലെഡ്ജേഴ്സ് അങ്ങ് പോകും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒറ്റ വരണം. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട്, 5% ഡിബെഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം. അപ്പോൾ കോമ്പൗണ്ട് എൻട്രീസും നമ്മൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് ആ രീതിയിൽ ഇനി പ്രോബ്ലംസ് എല്ലാം ഒന്ന് ചെയ്യാം. സോ ഫസ്റ്റ് എൻട്രി അല്ല, ഓൺലി എൻട്രി കോമ്പൗണ്ട് എൻട്രി ആയത് കാരണം നമ്മളുടെ കയ്യിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്കിലേക്ക് എത്ര വരുന്നുണ്ട്? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 100 rupees. അത്രയാണ് ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂഡ് അറ്റ് പാർ ആണ്, റിഡീമബിൾ അറ്റ് പ്രീമിയം അല്ലേ? സോ ക്രെഡിറ്റ് ഡിബെഞ്ചേഴ്സിനും എത്ര നമ്മൾക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ? X%, whatever be the debenture. ഫേസ് വാല്യൂ ഓഫ് 100 ആണ്. ഫേസ് വാല്യൂവിൽ മാത്രമേ ഡിബെഞ്ചർ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, എത്ര രൂപയ്ക്ക് തിരിച്ചു കൊടുത്താലും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇന്ന് കിട്ടുന്നത് 100ഉം പിന്നീട് തിരിച്ചു കൊടുക്കുമ്പോൾ 150 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ കമ്പനി ഇറ്റ്സ് എ ലോസ് ഫോർ ദ കമ്പനി അല്ലേ? The company collects only 100 but has to repay 150. And since it's a loss, we conservatism approachil ലാഭമാണെങ്കിലാണ് we do not record until it is realized. But if it's a loss and it's almost sure, ഇത് ഷുവർ അല്ലേ? കാരണം ഓൾറെഡി റിഡീമബിൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഡോക്യുമെന്റിനകത്ത് പറയാൻ പോകുന്ന കാര്യമാണ് 150 rupees ആണ് തിരിച്ചു തരുന്നത്. അപ്പോൾ ലോസും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ലോസ് ഇപ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യണം. Yeah, how will you record the loss? You will record the loss as ഇത് not a discount at the time of issue of debentures, but it's actually a loss because you're paying an extra amount at the time of redemption. So therefore we will term it as loss on. ഇത്ര ഞാൻ പറഞ്ഞത് ലോസ് എന്ന് പറഞ്ഞ് നമ്മൾ ടേം ചെയ്യും. 50 rupees ആ ഡിഫറൻസ്. Is my journal entry tallied? No. I'll also record something called to premium on redemption of debentures. To premium on redemption of debentures. That is, I am trying to say that the loss of 50 that I am incurring is actually because of something called at the time of redemption after so many years I have to pay at a premium. So to premium on redemption of debentures 50. Yeah. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്നും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിബെഞ്ചർ റിഡംഷൻ പ്രീമിയം അക്കൗണ്ട് എന്നും യൂസ് ചെയ്യാം. അപ്പോൾ ഡിബെഞ്ചർ റിഡംഷൻ പ്രീമിയം എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ പേര് യൂസ് ചെയ്താലും കുഴപ്പമില്ല. പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ആൻഡ് ലോസ് യു വിൽ റെക്കോർഡ് ആസ് ലോസ് ഓൺ ഇഷ്യൂ ബിക്കോസ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ ഇറ്റ് സെൽഫ് യു നോ അബൌട്ട് ദിസ് ലോസ്. സോ അതുകൊണ്ട് നമ്മൾ ലോസ് എന്ന് എഴുതുന്നത് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സും അൾട്ടിമേറ്റ്ലി അതിൻ്റെ റീസൺ റിഡംഷൻ്റെ സമയത്തുള്ള പ്രീമിയം ആണെന്ന് ഓർക്കുക. Yeah. So this premium securities premium ആയിട്ട് കമ്പയർ ചെയ്യരുത്, അല്ലെങ്കിൽ മിക്സ് ചെയ്യരുത്. സെക്യൂരിറ്റീസ് പ്രീമിയം കമ്പനിക്ക് എക്സ്ട്രാ കിട്ടുന്നതാണ്. പ്രീമിയം ഓൺ റിഡംഷനോ കമ്പനി തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പ്രീമിയം ക്രെഡിറ്റിൽ എഴുതിയാലും ഇമ്മീഡിയറ്റ്ലി അത് ലോസ് ആണെന്ന് പറഞ്ഞ് 50 നമ്മൾ റെക്കോർഡും ചെയ്യുന്നുണ്ട്. So this is a combined entry, like compound entry. ഇതിന് പകരം നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തും എഴുതാം. എങ്ങനെ എഴുതാം? ആദ്യത്തെ എൻട്രിയിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ 100, ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ 100, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ 50, ടു X% ഡിബെഞ്ചർ 100, ടു പ്രീമിയം ഓൺ റിഡംഷൻ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതും ഇതൊന്നും ഇല്ല. And this loss on issue of debentures again will be written off over the life of this debenture to P&L. എല്ലാ വർഷവും P&L കുറേശ്ശെ റൈറ്റ് ഓഫ് ചെയ്യും. ഇനി പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ അങ്ങനെ തന്നെ ഈ ബുക്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ബാലൻസ് ഷീറ്റിൽ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. 10 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ റിഡംഷൻ എന്നാണോ നടക്കേണ്ടത് അന്ന് റിഡംഷന്റെ എൻട്രി വരുമ്പോൾ ഈ പ്രീമിയം എന്ന് പറയുന്ന ലെഡ്ജറിന് ഒരു ഡെബിറ്റ് വരും. അങ്ങനെ ഇത് രണ്ടും കൂടെ നോക്ക് ഓഫ് ആയി പോയി
ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. സോ റിഡംഷൻ്റെ വർഷം എന്നാണോ അന്നത്തെ ആ വർഷം വരെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ എന്നോ അല്ലെങ്കിൽ ഡിബെഞ്ചർ റിഡംഷൻ പ്രീമിയം എന്ന് പറയുന്ന ലെഡ്ജർ അങ്ങനെ തന്നെ നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണും. പക്ഷെ ലോസോ അതായത് 50 രൂപയും കാണും. ലോസ് പക്ഷേ 50 രൂപ എന്നുള്ളത് ഓരോ വർഷവും P&Lലേക്ക് നമ്മൾ കുറേശ്ശെ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കും. Yeah. So this is the next type. So let us take up an example from that area and I'm going to let's see how the question is. എന്നിട്ട് compound entry ആണോ അല്ലയോ നോക്കാം. ഇവിടെ compound entry പറ്റില്ല കാരണം application allotment തന്നിട്ടുണ്ട്. Illustration number 4. Modern Equipments Limited issued 4,12% debentures of 100 payable as follows. On application 30, allotment 70. The debentures were fully subscribed and the money was duly received. As per the terms of issue, debentures redeemable at 110 per debenture. അതായത് പ്രീമിയത്തിലാണ് തിരിച്ചു കൊടുക്കുന്നത്. കിട്ടുമ്പോൾ 100 തിരിച്ചു കൊടുക്കുമ്പോൾ 110. റെക്കോർഡ് നെസസറി ജേർണൽ എൻട്രീസ് റിഗാർഡിംഗ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഇതെല്ലാം ഇഷ്യൂവിൻ്റെ സമയത്തെ എൻട്രി ആണ്. പക്ഷേ റിഡംഷനിൽ ഇതൊക്കെ നടക്കുമെന്ന് നമ്മൾക്ക് അറിയാവുന്നത് കാരണം ചില കാര്യങ്ങൾ ലോസസ് ഒക്കെ ഇപ്പോഴേ നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് എൻട്രി ആപ്ലിക്കേഷനും അലോട്ട്മെന്റും സെപ്പറേറ്റ് ആയിട്ട് തന്ന കാരണം കോമ്പൗണ്ട് എൻട്രി എഴുതാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 4 lakh debentures ആണ് ഇഷ്യൂ ചെയ്ത് 30 രൂപ വെച്ച്. സോ 4 lakh into 30. 1 crore 20 lakh. 2 debenture application. Next is debenture application നമ്മൾ ഡ്യൂ എൻട്രി റെക്കോർഡ് ചെയ്യുകയാണ്. സോ ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു എത്ര പെർസെൻറ്റേജ് ആണ്? 12% ഡിബെഞ്ചേഴ്സ്. നൗ പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുമ്പോൾ നമ്മൾ ലോസും പ്രീമിയം ഓൺ റിഡംഷൻ ഒക്കെ എഴുതണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ആപ്ലിക്കേഷൻ സ്റ്റേജിൽ എഴുതേണ്ട, അലോട്ട്മെന്റിന്റെ എൻട്രിയുടെ ഡ്യൂവിന്റെ കൂടെ ആ ലോസസ് ഒക്കെ നമ്മൾക്ക് റെക്കോർഡ് ചെയ്താൽ മതി. സോ ഇവിടെ 1 crore 20 lakh will go to debenture account. The next entry allotment into due entry. So debenture allotment account debit. അലോട്ട്മെന്റിൽ എത്ര രൂപയാണ് നമ്മൾക്ക് കിട്ടാനുള്ളത്? 4 lakh ഡിബെഞ്ചേഴ്സിന് 70 രൂപ വീതം, അതായത് 2 crore 80 lakh. സോ 2 crore 80 lakh നമ്മൾ ഡിബെഞ്ചർ അലോട്ട്മെന്റിന് ഡെബിറ്റ് ചെയ്യും. ഇനി എത്രയാണ് റിഡീം ചെയ്യാൻ നേരത്ത് കൊടുക്കേണ്ടത്? 110 രൂപയാണ്. സോ 10 rupees ആണ് എൻ്റെ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ therefore I can say that the loss on issue of debentures, നമ്മൾക്ക് എൻട്രി ഓൾറെഡി അറിയാവുന്ന കാരണം ഇപ്പോഴേ എഴുതി പോകാം ഡയറക്റ്റ്ലി. ഇനി നിങ്ങൾക്ക് എൻട്രി അറിയില്ല എന്നുണ്ടെങ്കിൽ ഡിബെഞ്ചർ അലോട്ട്മെന്റ് ടു ഡിബെഞ്ചർ എഴുതിയിട്ട് ഈ 2 സ്പേസ് പതുക്കെ ഫിൽ ചെയ്താൽ മതി. അത് ആ ഓർഡർ നിങ്ങൾ തന്നെ ചൂസ് ചെയ്താൽ മതി. എഴുതുമ്പോൾ പക്ഷെ കറക്റ്റായിട്ട് എഴുതണം. 2 ഡെബിറ്റ് ഒരുമിച്ച് 2 ക്രെഡിറ്റ് ഒരുമിച്ച്. സോ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് 4 lakh ഡിബെഞ്ചേഴ്സിനും 10 രൂപ എക്സ്ട്രാ കൊടുക്കണം അല്ലേ. സോ വിച്ച് മീൻസ് 40 lakh ആണ് ഞാൻ എക്സ്ട്രാ കൊടുക്കേണ്ടത്, വിച്ച് ഇസ് മൈ ലോസ്. സോ 40 lakh ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കും. 2 12% ഡിബെഞ്ചേഴ്സിലേക്ക് എത്രയും നമ്മൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ? പാർ വാല്യൂ, അതായത് ഫേസ് വാല്യൂ ഓഫ് 2 crore 80 lakh. The remaining 40 lakh I say that it is because of debenture redemption premium or premium on redemption of debenture account, whichever way you want to call the ledger name. So this premium on redemption of debentures or debenture redemption premium will go to balance sheet as a credit balance till the year of redemption, and loss on issue of debentures until the year of redemption vare kondupoyittu aa year of redemption it will get cancelled. The loss on issue of debentures will every year get written off to P&L over the life of debenture. 10 വർഷമാണെങ്കിൽ 10 വർഷം കൊണ്ട് 40 ലക്ഷം എഴുതി കളയും. അപ്പോൾ എഴുതി കളയുന്നത് അത്രയും വെച്ചിട്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ അക്കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ബാക്കി ഉള്ളത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ലോസസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന കൂട്ടത്തിൽ കണ്ടുകൊണ്ട് ഇരിക്കും. ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് പോയിന്റ് ഓർ ടോപ്പിക് ഇസ് debentures issued at discount and redeemable at premium. Yeah, debentures issued at a discount and redeemable at a premium. So let us take up
that entry. Debentures issued at discount and redeemable at premium. So അതിന്റെ അർത്ഥം issue price will be less than face value. അപ്പോൾ imagine issue price is 90 rupees and redemption is going to be redemption premium ഉദ്ദേശിക്കുന്നത് ഈ ഡിസ്കൗണ്ടഡ് പ്രൈസിനേക്കാളും കൂടുതലെന്ന് മാത്രമല്ല ഫേസ് വാല്യൂവിനേക്കാളും കൂടുതലാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അതാണ് ഇറഡീമബിൾ അറ്റ് പ്രീമിയം എന്ന് പറയുന്നത്. സോ റിഡീമബിൾ ഇസ് 110 റുപ്പീസ്. അപ്പോൾ നമ്മളിത് കിട്ടിയത് 90 നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് 110 ആണെന്ന് വിചാരിക്കുക. സോ ഹൗ വിൽ യു റെക്കോർഡ് ദ എൻട്രി? കോമ്പൗണ്ട് എൻട്രി തന്നെ പറയാം. ബാങ്കിലേക്ക് എത്ര കിട്ടും ഇഷ്യൂവിന്റെ സമയത്ത്? 90 രൂപയെ കിട്ടുകയുള്ളൂ അല്ലേ? സോ 90 നമ്മൾ റെക്കോർഡ് ചെയ്യും. ദെൻ ഡിബെഞ്ചർ, I should credit debenture account with the face value of 100 rupees. Now is it tally? No. There is a discount on issue of debentures. കൊടുത്തപ്പോൾ ഒരു 10 രൂപ കുറവിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് എഴുതാൻ കിടപ്പുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി ഞാൻ റെക്കഗ്നൈസും ചെയ്ത ലോസ് ആണ് ഡിസ്കൗണ്ട്. ഇനി രണ്ടാമത്തെ ലോസ് എന്ന് പറയുന്നത് ഭാവിയിൽ കൊടുക്കുമ്പോൾ എക്സ്ട്രാ പൈസയും കൊടുക്കണം. അതും എൻ്റെ ഒരു ലോസ് ആണ്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ഷുവർ. സോ ഐ ഹാവ് 2 losses to record. One is discount which was ഇഷ്യൂവിന്റെ സമയത്ത് കുറവ് കൊടുത്തതും, മറ്റേ ലോസ് ഇസ് നത്തിങ് ബട്ട് റിഡംഷന്റെ സമയത്ത് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും എൻ്റെ ലോസ് ആണ്, രണ്ടും എൻ്റെ നഷ്ടങ്ങളാണ്. സോ therefore we will use a common name called loss on issue of debentures. Yeah? Account debit. But what will be the amount that will be recorded here? It will be a combination of both the discount on issue of debentures plus ഡിബെഞ്ചർ റിഡംഷൻ പ്രീമിയം, അതായത് പ്രീമിയത്തിൽ തിരിച്ച് കൊടുക്കേണ്ടതും ചേർത്ത്. അപ്പോൾ ഇവിടെ അത് എത്രയാണ്? 10 രൂപ. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എത്രയാണ്? 100 രൂപയുടെ സാധനം 90 കൊടുത്തപ്പോൾ 10 രൂപ ഡിസ്കൗണ്ട്. പിന്നെ 100 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഡിബെഞ്ചർ റിഡീം ചെയ്യേണ്ടത് 110 കൊടുത്താണ്. അപ്പോൾ അവിടെയും 10. So therefore total 20 rupees will be the entire loss on issue of debentures. And what will be the remaining untallied credit balance? It is nothing but debenture redemption premium. അതായത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സിന് ആ 10 നമ്മൾ സെപ്പറേറ്റ്ലി ഒരു ക്രെഡിറ്റ് ഒന്നും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് ലോസ് ഓൾറെഡി ഇൻകർ ചെയ്തതാണ്. മറ്റേ 10 ഡിബെഞ്ചർ റിഡംഷൻ പ്രീമിയത്തിന്റെ ലോസ് ആണ്, നമ്മൾ ഇൻകർ ചെയ്യുമെന്ന് ഉറപ്പായ ഒരു കാര്യമാണ്. പക്ഷെ അത് ആക്ച്വലി ഇൻകർ ചെയ്യാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. സോ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 90 amount you have received. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് പറയുന്ന കോമൺ പേര്, അതിനകത്ത് പ്രീമിയം റിഡംഷന്റെയും വരും, ഡിസ്കൗണ്ടും ഓൺ ഇഷ്യൂ കൊടുത്തതും കൂടെ ചേർന്നാണ് എമൗണ്ട് വരുന്നത്. 2x% debentures and 2 redemption premium 10 rupees. Yeah. So therefore let us take up a journal entry or example from that area. Illustration number 5. ഇതാണ് തന്നെ തിയറി ആയിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. ഡിസ്കൗണ്ട് ഓർ ലോസ് എന്ന് ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ തരുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് പ്രിഫർ യൂസിങ് ദി നെയിം ഡിസ്കൗണ്ട് ബിക്കോസ് ഡിസ്കൗണ്ട് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ഇൻകറക്റ്റ് വേ ഓഫ് പ്രസന്റേഷൻ. അതുകൊണ്ട് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് ഒറ്റ പേര് യൂസ് ചെയ്താൽ മതി. ഇല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ സെപ്പറേറ്റും ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ സെപ്പറേറ്റ് എന്ന് കാണിച്ചാൽ മതി. പക്ഷെ പൊതുവെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് ഒറ്റ ലെഡ്ജർ എഴുതിയിട്ട് അതിനകത്ത് ഈ 2 എമൗണ്ടും ആഡ് ചെയ്തായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് എന്നുള്ളത് പൊതുവെ നമ്മൾ യൂസ് ചെയ്യത്തില്ല. So illustration number 5. Agrotech Limited issued 150 lakh 9% debentures of 100 each at a discount of 6%. Redeemable at a premium of 5% after 3 years payable. 50 on application and 44 on allotment. Record necessary journal entries. 100 രൂപയുടെ സാധനം 6% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 6 രൂപയാണ് ഡിസ്കൗണ്ട്. അതായത് 94 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അത് 2 സ്റ്റേജിലായിട്ടാണ് വാങ്ങിക്കുന്നത്. സോ അതിൻ്റെ ജേർണൽ എൻട്രീസ് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം. First is bank account debit. 50 rupees ആണ് കിട്ടുന്നത്. സോറി 50 അല്ല, എത്രയാണ്? 150 lakh debentures ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. So 150 lakh into 50. അപ്പോൾ in lakhs ഹെഡിങ്ങിൽ ഞാൻ കൊടുത്തേക്കാം. So 150 into 50 meaning 7,500 lakhs. ഹെഡിങ്ങിൽ ലാക്സ് ഉള്ളതാണ് 7,500 എന്ന് എഴുതുള്ളൂ. 2 debenture application
7,500. The next being debenture application stage ൽ നിന്ന് ഡിബെഞ്ചേഴ്സിലേക്ക് മാറ്റുക. ഇനി ഡിസ്കൗണ്ടും ലോസും ഒക്കെ നമ്മൾ പറഞ്ഞു രണ്ട് സ്റ്റേജ് ആയിട്ടാണെങ്കിൽ എപ്പോഴും അലോട്ട്മെന്റിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്, അല്ലെ ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി പറയണം ആപ്ലിക്കേഷൻ സ്റ്റേജിൽ കാണിച്ചോളാൻ. To 9% debentures. To 9% debentures, 7,500. The next entry being debenture allotment to due ആകുന്നു. So debenture allotment account debit. അലോട്ട്മെന്റിൽ നമ്മൾക്ക് എത്രയേ കിട്ടാൻ പോകുന്നുള്ളൂ, 150 ലാഖിന് 44 രൂപ വെച്ച്, കാരണം ഡിസ്കൗണ്ടും കുറച്ചിട്ടേ നമ്മൾക്ക് കിട്ടുള്ളൂ. So 150 into 44 is going to be 6,600. And how much should I credit my debentures with? 150 ലാഖിന്റെ ബാക്കി 50, ഡിസ്കൗണ്ട് അല്ലാതെയുള്ള ഫേസ് വാല്യൂ 7,500. ഇത്രയുമാണ് ശരിക്കും ഞാൻ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, പക്ഷെ എനിക്ക് എത്രയേ കിട്ടുന്നുള്ളൂ, 6,600. അതിന്റെ റീസൺ എന്താണ്? 150 ലാഖ് ഇൻറ്റു 6 rupees ഡിസ്കൗണ്ട്, 900 rupees ഡിസ്കൗണ്ട് മാത്രമുണ്ട്, 900 lakhs പ്ലസ് റിഡംഷന്റെ സമയത്ത് ഞാൻ പ്രീമിയത്തിലാണ് കൊടുക്കുന്നത്, അല്ലേ? ഡിബെഞ്ചർ റിഡംഷൻ പ്രീമിയം അത് എത്രയുണ്ട്? റിഡീം ചെയ്യാൻ നേരത്ത് 5% പ്രീമിയത്തിൽ കൊടുക്കണമെന്നാണ്. അതായത് 5% പ്രീമിയം എന്ന് പറയുന്നത് ഓൾവേസ് ഓൺ ഫേസ് വാല്യൂ. സോ 100 റുപ്പീസിന്റെ സാധനം 105 റുപ്പീസിനാണ് ഞാൻ തിരികെ കൊടുക്കുന്നത്. വിച്ച് മീൻസ് ഡിബെഞ്ചർ റിഡംഷൻ പ്രീമിയം വിൽ ബി 5 rupees on every 150 lakh, which is going to be 750. So which means my entire loss is going to be how much? Entire loss on issue of debentures. അത് നിങ്ങളൊരു വർക്കിംഗ് നോട്ട് പോലെ സൈഡിൽ കാണിച്ചാൽ മതി. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഡീറ്റെയിലിൽ കാണിക്കുക. ദാറ്റ് വിൽ ബി 900 ഡിസ്കൗണ്ട് ഇഷ്യൂവും ബാക്കി 750 പ്രീമിയം റിഡംഷന്റെ സമയത്ത് പ്രീമിയം കൂടെ ചേർത്ത് 1,650. ആൻഡ് ഐ വിൽ ക്രെഡിറ്റ് ടു ഡിബെഞ്ചർ റിഡംഷൻ പ്രീമിയം അക്കൗണ്ട് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 750. Journal entry will be tallied. And the next entry, ബാങ്കിലേക്ക് allotment amount കിട്ടുന്നത്. So bank account debit 6,600 to debenture allotment 6,600. Our sixth situation is debentures are issued at premium and redeemable also at premium. So ഇതിനെങ്ങനെയാണ് നമ്മൾ എൻട്രി എഴുതാൻ പോകുന്നത്? ഇതിനും നമ്മൾക്കൊരു കമ്പൈൻഡ് എൻട്രി എഴുതാം. കമ്പൈൻഡ് എൻട്രി ഇൻ ദ സെൻസ് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ട് ഒറ്റ ഒരു എൻട്രി എഴുതാം. വേറെ എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂവിൻ്റെ സമയത്ത് എത്ര രൂപയാണ് നമ്മൾക്ക് കിട്ടിയത് അതായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇമാജിൻ ഇഷ്യൂ പ്രൈസ് ഇസ് 105 and redemption will be at 110 rupees. Yeah, so therefore bank അക്കൗണ്ടിലേക്ക് ഇഷ്യൂവിൻ്റെ സമയത്ത് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് 105 രൂപയാണ്. 2 X% ഡിബെഞ്ചേഴ്സ് ഫേസ് വാല്യൂ 100 നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 5 രൂപ എക്സ്ട്രാ എങ്ങനെ വന്നതാണ്? സെക്യൂരിറ്റീസ് പ്രീമിയം. അതെന്തായാലും നമ്മൾ റെക്കോർഡ് ചെയ്തേ പറ്റുള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയം വിച്ച് ഇസ് 5 rupees. Now റിഡംഷൻ്റെ സമയത്ത് 100 രൂപയുടെ സാധനത്തിന് നമ്മൾ ഒരു 110 രൂപ കൊടുക്കണം, അല്ലേ? അതായത് വി ഹാവ് ടു പേ an additional 10 rupees over the face value at the time of redemption, which will be nothing but debenture redemption premium. How much rupees? Face value will നിന്ന് എക്സ്ട്രാ കൊടുക്കേണ്ടത് എത്രയാണ്? 10 രൂപ. 110 നിന്നും 100 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സസ്. That 10 rupees is actually a
loss to the company. So which we will say as loss on issue of debenture എന്ന് ബാക്കി എല്ലാ കേസസിലും റിഡംഷൻ പ്രീമിയത്തിൽ നടക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇതും ചാർജ് ചെയ്യും. അപ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതും റിഡംഷനും പ്രീമിയത്തിലാണെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രീമിയം എന്ന് പറയുന്നത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിൻ ആണ്. അത് സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് പോകും, അൾട്ടിമേറ്റ്ലി റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇനി റിഡീം ചെയ്യാൻ പോകുന്ന കാലത്ത് 10 രൂപ എക്സ്ട്രാ ആണ് നമ്മൾ കൊടുക്കുന്നത്, വിച്ച് ഈസ് ആക്ച്വലി എ ലോസ് ഫോർ ദ കമ്പനി. Yeah, so that loss will be debited to loss on issue of debenture account and credited to debenture redemption premium account or premium on redemption of debentures account, whatever be the case. എന്നിട്ട് ആ പ്രീമിയം അക്കൗണ്ട് ഓൺ റിഡംഷൻ ബാലൻസ് ഷീറ്റിൽ അങ്ങനെ തന്നെ ക്രെഡിറ്റ് ബാലൻസിൽ നിലനിൽക്കും ടിൽ ദി ഇയർ ഓഫ് റിഡംഷൻ. റിഡംഷന്റെ വർഷം റിഡംഷനിൽ നടക്കുന്ന ഒരു എൻട്രി വഴി ഈ പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് വന്ന് ക്ലോസ് ഔട്ട് ആയി പോകും. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ നമ്മൾ ഓരോ വർഷവും ലൈഫ് ഓഫ് ദ അസറ്റിന്മേൽ ലൈഫ് ഓഫ് ദ ഡിബെഞ്ചറിന്മേൽ എഴുതി തള്ളിക്കൊണ്ടിരിക്കും. So that is the debentures issued at a premium and redeemable at premium. സോ അതിന് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ സെപ്പറേറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ഒന്നും തന്നിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് വർക്ക്ഔട്ട് ഇപ്പോൾ ചെയ്യാൻ അതിനകത്തൊന്നുമില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി വർക്ക്ഔട്ട്. ഇനി തന്നിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതും ഷെയർസിൽ നമ്മൾ പഠിച്ചതുമായ കാര്യങ്ങളൊക്കെ തന്നെ അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് പേബിൾ ഇൻ ഇൻസ്റ്റാൾമെന്റ്സ്. അതായത് ഡിബെഞ്ചർ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ പല തവണകളായിട്ടാണ് കമ്പനി ഡിബെഞ്ചറിന്മേലുള്ള പൈസ വാങ്ങിക്കുന്നെങ്കിൽ, അതായത് ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, കോൾ മണി, അതിനെല്ലാം എങ്ങനെയാണ് എൻട്രി വരുന്നത്. Yeah, it is very simple to or very simple and very similar to what we have already learned in shares. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലി ഒന്നും പോകുന്നില്ല. ഷെയർസിൽ നമ്മൾ എങ്ങനെയാണോ എൻട്രി എഴുതിയത് അത് തന്നെയായിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ, ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലെഡ്ജർ കാണില്ല, അല്ലെങ്കിൽ ഷെയർ എന്ന് പറയുന്ന പ്രീഫിക്സ് കാണില്ല. ഇവിടെ എല്ലാം ഡിബെഞ്ചർ എന്ന് പറയുന്ന പ്രീഫിക്സ് ആയിരിക്കും. പിന്നെ ക്യാപിറ്റൽ പോലെയുള്ള ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിബെഞ്ചർ വിത്ത് ദ പെർസെൻറ്റേജ് പ്രീഫിക്സ് ആയിട്ട് കൊടുക്കുന്ന ഒരു ലെഡ്ജറിലേക്കായിരിക്കും. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക തനിയെ. എവറിതിങ് ഇസ് സെയിം. ഇവിടെയും അലോട്ട്മെന്റ്, കോൾ മണി എല്ലാം ഡ്യൂ ആദ്യവും റിസീപ്റ്റ് പിന്നീടുമാണ്. ആപ്ലിക്കേഷൻ സ്റ്റേജ് മാത്രം റിസീപ്റ്റ് ആദ്യവും ഡ്യൂ എൻട്രി രണ്ടാമതും. ഇനി ഏതെങ്കിലും എക്സസ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ബാങ്ക് വഴി തിരിച്ച് റീഫണ്ട് ചെയ്യുന്ന എൻട്രീസും വന്നിട്ടുണ്ട്. സോ ഇല്ലസ്ട്രേഷൻ നമ്പർ 6 ഐ ബിലീവ് യു ക്യാൻ ട്രൈ ഓൺ യുവർ ഓൺ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് പെട്ടെന്ന് വായിക്കാം. സൈമൺസ് ലിമിറ്റഡ് issued 1,12% debentures of 100 each at par payable in full on application by 1st April. Application were received for 1,10,000 debentures. അതായത് 10,000 debentures എക്സ്ട്രാ ആപ്ലിക്കേഷൻ വന്നു. Debentures were allotted on 7th April. Excess money refunded on the same day. അപ്പോൾ April 1 എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ കിട്ടി. എത്ര ഡിബെഞ്ചറിന്മേലാണ് പൈസ കിട്ടിയത്? 1,10,000 മേൽ 100 rupees വീതം. സോ ആ എമൗണ്ട് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ബാങ്ക് ടു ഡിബെഞ്ചർ ആപ്ലിക്കേഷൻ. അതിൽ എക്സസ് ആയിട്ടുള്ള 10,000 ഡിബെഞ്ചേഴ്സ് അന്ന് തന്നെ പൈസ, അതായത് എന്നാണോ അലോട്ട്മെന്റ് നടത്തിയത് അന്ന് തന്നെ തിരികെ കൊടുത്തു എന്നാണ് പറയുന്നത്. സോ 10,000 ഡിബെഞ്ചേഴ്സിന് 100 വെച്ച് എക്സസ് കിട്ടിയത് തിരികെ കൊടുത്തു. സോ ഈ ആദ്യം എഴുതിയ എൻട്രിയുടെ റിവേഴ്സൽ ആണ് അടുത്തത് വന്നിരിക്കുന്ന റീഫണ്ട്. ആൻഡ് ഫൈനലി ബാക്കിയുള്ള 1 lakh ഡിബെഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അങ്ങനെ തന്നെ 12% ഡിബെഞ്ചേഴ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഷെയറിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ഈ ജേർണൽ എൻട്രി ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ റീകളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇല്ലസ്ട്രേഷൻ 6ഉം വളരെ ഈസിയാണ് ഞാൻ പറഞ്ഞത്. യു നീഡ് നോട്ട് വർക്ക്ഔട്ട് ആസ് എ പ്രോബ്ലം. നിങ്ങൾ തനിയൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അല്ലാതെ ഇപ്പോൾ പ്രോബ്ലമായിട്ട് എടുത്തെഴുതേണ്ട രീതിയിലുള്ള സ്പെഷ്യൽ കേസസ് ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്തത് പറയുന്നത് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം. ഇതെല്ലാം നമ്മൾ കവർ ചെയ്തതാണ്. പക്ഷേ ഇവിടെ അത് സെപ്പറേറ്റ് പറയുന്നതിൻ്റെ കാര്യം പല തവണകളായിട്ട് വാങ്ങിക്കുന്ന ഡിബെഞ്ചേഴ്സിന് അപ്പോൾ എങ്ങനെയാണ് എൻട്രി റെക്കോർഡ് ചെയ്യുന്നത്. ഷെയർ പോലെ തന്നെ ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, കോൾ മണി ഒക്കെ വരുന്ന കേസസിൽ പാറിൽ ഇഷ്യൂ ചെയ്താലും പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താലും അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താലും എങ്ങനെയാണ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. എവറിതിങ് ഈസ് സെയിം. ഇവിടെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ
ഷെയർസിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് എക്സ്ട്രാ എമൗണ്ട് കാണിച്ചു കൊടുക്കുന്നത്? സെക്യൂരിറ്റീസ് പ്രീമിയം. സെയിം വേ ഇവിടെയും സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്കായിരിക്കും പോകുന്നത്. പക്ഷെ ഡിബഞ്ചർ വഴി കിട്ടുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളത് കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്. സോ പക്ഷെ എന്ത് പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാമെന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ റെലവെന്റ് അല്ല. നമ്മളത് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. അൺലൈക്ക് ഷെയർസിന് ശരിക്കും നമ്മൾക്ക് ഡിസ്കൗണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുള്ളൂ. തിയററ്റിക്കലി ഡിസ്കൗണ്ടഡ് പ്രൈസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഡിസ്കൗണ്ടിൽ നമ്മൾ ഇഷ്യൂ ചെയ്യാറില്ല ഷെയർസ്. പക്ഷെ ഡിബഞ്ചേഴ്സ് അങ്ങനെയല്ല. ഡിബഞ്ചേഴ്സ് സാധാരണ ഡിസ്കൗണ്ടിലൊക്കെ ആയിരിക്കും പോകുന്നത് പൊതുവെ. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം ഡിബഞ്ചേഴ്സിന് ഡിസ്കൗണ്ടിന്റെ എൻട്രീസും വരും. ഇനി എന്താണ് ഡിബഞ്ചറിന്റെ ഡിസ്കൗണ്ട് എൻട്രീസ്? ഓൾറെഡി നമ്മൾ പറഞ്ഞ 6 പോയിന്റ്സിൽ നമ്മൾ അതിനെ കവർ ചെയ്തിട്ടുണ്ട്. ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റിഡീമബിൾ അറ്റ് പ്രീമിയം. അല്ലെങ്കിൽ രണ്ടാമത്തേത് ഡിബഞ്ചർ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് ആൻഡ് റിഡീമബിൾ അറ്റ് പാർ. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെലവ് അല്ലെങ്കിൽ ലോസ് ആണ് അല്ലേ? അപ്പോൾ ആ ലോസ് കമ്പനി എന്ത് ചെയ്യും? അത് P&L-ലേക്ക് കാണിക്കും. അപ്പൊ അതിനു വേണ്ടി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ സെയിം എൻട്രീസ് ഞാൻ ഇവിടെ വീണ്ടും ഒരു തിയറി പോലെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ യു ക്യാൻ ഗോ അഹെഡ് ആൻഡ് റീഡ് ഇറ്റ്, റികളക്ട് ഇറ്റ്. ഇനി നോട്ട്സിനകത്ത് ഇവിടെ ഒരു ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഇഫ് any debentures are issued at a discount, ultimately ആ ഡിബഞ്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന്മേലുള്ള ചെലവ് എന്ന് പറയുന്നത് ശരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് മാത്രമല്ല, ഈ ഡിസ്കൗണ്ട് എഴുതി P&L-ലേക്ക് തള്ളുന്നതും കൂടെയാണ് അല്ലേ? സോ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ശരിക്കും ഈ ഡിബഞ്ചറിന്മേലുള്ള എക്സ്പെൻസസ് എന്ന് പറയുന്നത്. വൺ ഇസ് ഡയറക്ട്ലി ഇൻ ദ നേച്ചർ ഓഫ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആൻഡ് അതർ ഇസ് ഗോയിങ് ടു ബി റൈറ്റ് ഓഫ് ടു P&L ഫ്രം ദിസ് ഡിസ്കൗണ്ട് അക്കൗണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്നാണ് ടോട്ടൽ എക്സ്പെൻസസ്. അപ്പോൾ ചിലപ്പോൾ ഒരു തിയറി പോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ഓൺ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് മാത്രമല്ല, ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫും കൂടെ അതിലേക്ക് കയറി വരും. സോ അതിനു വേണ്ടി ഇല്ലസ്ട്രേഷൻ നമ്പർ 7 തന്നിട്ടുണ്ട്. That also you can work out on your own. X Limited issued 1,12% debentures of 100 each at a discount of 10% payable in full on application by 31st May. Applications were received for 1,20,000. Debentures were allotted on 9th June. Excess-ന് തിരിച്ചു കൊടുത്തു. Pass necessary journal entries. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. 100 രൂപയുടെ സാധനത്തിന് 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 10 രൂപയാണ് ഡിസ്കൗണ്ട്. അതായത് റിമൈനിങ് 90 rupees ആണ് കിട്ടേണ്ടത്. എത്ര ആപ്ലിക്കേഷൻസ് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്? 1,20,000. സോ ബാങ്കിലേക്ക് വരാൻ പോകുന്നത് 1,20,000 into 90 rupees. Which is going to be 1 crore 8 lakh. അതാണ് ഇവിടെ മേലെ എഴുതിയിരിക്കുന്ന ആദ്യത്തെ എൻട്രി. അതിൽ എക്സസ് ആയിട്ട് റിസീവ് ചെയ്ത് 20,000 ഡിബഞ്ചേഴ്സിന്മേൽ കിട്ടിയ 90 അങ്ങനെ തന്നെ റീഫണ്ട് ചെയ്യുന്നു. അതിന്റെ റിവേഴ്സൽ എൻട്രി ആണ് രണ്ടാമത്. ആൻഡ് ഫൈനലി ഈ ഡിബഞ്ചേഴ്സ് ആപ്ലിക്കേഷൻ എമൗണ്ട് നമ്മൾ ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഡിബഞ്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ even if it's at a discount, you will have to take to ഡിബഞ്ചർ അക്കൗണ്ട് ഫുൾ ഫേസ് വാല്യൂ, അതായത് 100 രൂപയും. പക്ഷെ ആപ്ലിക്കേഷനിൽ എത്ര കിട്ടിയിട്ടുള്ളൂ? 90 rupees പെർ ഡിബഞ്ചർ. സോ റിമൈനിങ് ആ 10 rupees ഡിഫറൻസ് ഒക്കെ ഇങ്ങോട്ടേക്ക് പോകും. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന ലെഡ്ജറിലേക്ക് പോകും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് pretty forward ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചത് പിന്നെ ഒരു തിയറി പോലെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ടു എൻഷുർ ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഷെയർസ് പോലെ തന്നെ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ് കോൾ മണി ആയിട്ടും ഡിബഞ്ചേഴ്സ് നമ്മൾക്ക് കളക്ട് ചെയ്യാം എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തത് ഡിബഞ്ചർ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കാൻ സാധ്യത. കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഒരു ലോൺ നമ്മൾ എടുക്കുന്നു. ഒരു കമ്പനി എവിടെയെങ്കിലും പോയി ലോൺ എടുക്കാന്ന് വെക്കുക. ആ ലോണിന് എന്തെങ്കിലും EMI കമ്പനിക്ക് അടയ്ക്കാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ ബാങ്കിന് ഒരു നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ബാങ്ക് എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റിയും കൂടെ വാങ്ങിക്കും. നമ്മളുടെ അസറ്റ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ ഡോക്യുമെന്റോ ലീഗൽ ഡോക്യുമെന്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതാണ് മെയിൻ സെക്യൂരിറ്റി. അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ സെക്യൂരിറ്റിയും കൂടെ വെക്കുന്നതാണ് ടു എൻഷുർ ദാറ്റ് ബാങ്ക് ഇസ് കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആയിട്ട്. കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ ആവില്ല, എന്നാലും ഒരു പരിധി വരെ റിസ്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അഡീഷണൽ സെക്യൂരിറ്റി വെക്കും. അതായത് 2 സെക്യൂരിറ്റി.
ഒന്ന് മെയിൻ സെക്യൂരിറ്റി കാണും, വിച്ച് കുഡ് ബി ദ ബിൽഡിംഗ് ഇൻ ദ നെയിം ഓഫ് ദ കമ്പനി. അഡീഷണൽ ആയിട്ട് ഒരു സെക്യൂരിറ്റിയും കൂടെ കിട്ടും. ആ ബിൽഡിങ്ങിൽ നിന്ന് ഫുൾ എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ബാങ്കിന് നഷ്ടമാവും അല്ലേ? അപ്പോൾ ബാങ്ക് അടുത്ത സെക്യൂരിറ്റിയിലേക്ക് പോകും. അങ്ങനെ സെക്കൻഡറി ആയിട്ട് വാങ്ങിക്കുന്ന ഒരു സെക്യൂരിറ്റി ആയിട്ട് ചിലപ്പോൾ ഡിബെഞ്ചേഴ്സിനെ കമ്പനി ഇഷ്യൂ ചെയ്യാറുണ്ട്. അതായത് കമ്പനി ഒരിടത്ത് പോയി ലോൺ എടുത്തു, ആ ലോണിന് കമ്പനി കുറെ സെക്യൂരിറ്റീസ് കൊടുക്കണം. അതിൽ ഓൾറെഡി മെയിൻ സെക്യൂരിറ്റി ഒന്നുണ്ട്, അതിനോടൊപ്പം അഡീഷണൽ സെക്യൂരിറ്റി ആയിട്ട് കമ്പനി കുറച്ച് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാണ് ആ ബാങ്കിന്റെ പേരിൽ, ആ ലോണിന് വേണ്ടി. സോ അതിനെയാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ആസ് കൊലാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. So how will you record this transaction? എങ്ങനെയാണ് ഇതിനെ റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? രണ്ട് രീതിയിലാണ് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്താൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നമ്മൾ വെറുതെ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഇൻഫർമേഷൻ കൊടുക്കും, ഇന്ന ലോൺ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ലോൺ ഒരു ലയബിലിറ്റി ആയിട്ടുണ്ട്, അതിന്മേൽ ഞാൻ ഇത്ര കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. അതാണ് ഫസ്റ്റ് മെത്തേഡ് ഓഫ് ട്രീറ്റിംഗ് ദിസ് particular type of issue of debentures. അതാണ് ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനൊരു എൻട്രി ഒന്നും വരില്ല, ജേർണൽ എൻട്രി ഇല്ല. നോട്ട്സ് ടു അക്കൗണ്ട്സ് ഞാൻ പറഞ്ഞു, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ കമ്പനിക്കുള്ളിൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് ആണ്. നോട്ട്സ് ടു അക്കൗണ്ട്സും ഒരു ഭാഗമാണ് അല്ലേ? എന്തെങ്കിലുമൊക്കെ പോയിന്റ്സിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിനാണ് കാണിക്കുന്നത്. സോ ആ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ നമ്മൾ എന്ത് കാണിക്കും? ഇങ്ങനെയൊരു ഡിബെഞ്ചർ നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഫോർ എ ലോൺ ദാറ്റ് ഐ ഹാവ് ടേക്കൺ. അപ്പോൾ ഇല്ലസ്ട്രേഷൻ വഴി നമുക്കത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം. എക്സ് ലിമിറ്റഡ് ഒബ്റ്റെയിൻസ് എ ലോൺ ഫ്രം IDBI ഓഫ് 1 crore giving as collateral security of 1 crore 50 lakh of 10 each 14% first mortgage debentures. സോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നോട്ട്സ് ടു അക്കൗണ്ട്സിൽ എന്ത് കാണിക്കുന്നു? ലോങ് ടേം ബോറോയിങ്സിന്റെ ലിസ്റ്റിനകത്ത് IDBI നിന്ന് വാങ്ങിച്ച 1 കോടി ലോൺ നമ്മൾ കാണിക്കും അല്ലേ? അതിന് ബ്രാക്കറ്റിൽ നമ്മൾ എഴുതുകയാണ് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് ഇത്ര ഡിബെഞ്ചർ 1 crore 50 lakhന്റെ 14% ഫസ്റ്റ് മോർഗേജ് ഡിബെഞ്ചർ ഞാൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രസന്റേഷൻ മാത്രമാണ് ഫസ്റ്റ് വേ ഓഫ് ട്രീറ്റിംഗ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റി. ഇനി ഈ കൊളാട്രൽ സെക്യൂരിറ്റി ഇത് ബുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്തു പോകും. അതായത് ലോൺ എല്ലാം കറക്റ്റായിട്ട് അടഞ്ഞു പോവുകയാണെങ്കിൽ, ലോൺ എങ്ങാനും കറക്റ്റായിട്ട് അടയ്ക്കാൻ ഇവർക്ക് പറ്റിയില്ലെങ്കിൽ, കമ്പനിക്ക് പറ്റിയില്ലെങ്കിൽ, കമ്പനി എന്ത് ചെയ്യും? മെയിൻ സെക്യൂരിറ്റി പോയി അന്വേഷിക്കും, അതിൽ നിന്ന് റീപേയ്മെന്റ് നടക്കും. അതിലും റീപേയ്മെന്റ് നടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ഡിബെഞ്ചർ എല്ലാം ആക്ച്വലി ഡിബെഞ്ചേഴ്സ് ആയി മാറണം. ഇപ്പൊ നമ്മൾ ബുക്ക് എൻട്രി ഒന്നും എഴുതാതെ ഭാവിയിൽ ഇങ്ങനെ ഒരു ഡിബെഞ്ചർ വരാൻ സാധ്യതയുണ്ട്, നമ്മളൊരു സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു പ്രസന്റേഷൻ മാത്രമാണ് അല്ലേ? ബട്ട് ഇഫ് ദ കമ്പനി ആക്ച്വലി ഡിഫോൾട്സ്, then the debentures which are given as a collateral security will in turn become an actual debenture issued to ആർക്കാണ്? അതായത് അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയെന്നല്ല, അവരുടെ കയ്യിൽ നിന്ന് ലോൺ തന്നതിന് നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ എന്നാണോ ആ ലോൺ അടയ്ക്കാൻ നമ്മൾക്ക് കഴിയാതെ പോകുന്നത്, അന്ന് ഈ ഡിബെഞ്ചർ എല്ലാം will actually take its place, അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ എന്ത് പർപ്പസിന് വേണ്ടിയാണോ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഡിബെഞ്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്, ആ ഒരു നേച്ചറിലേക്ക് ഈ കൊളാട്രൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചറും വരും. അതായത് സാധാരണ നമ്മൾ ഡിബെഞ്ചർ ഇൻസ്ട്രുമെന്റ് കൊടുക്കുന്നത് ഫണ്ട് റേസ് ചെയ്തിട്ട് പിന്നീട് അതിനകത്ത് പറയുന്ന സമയമാകുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന രീതിയിലാണ് അല്ലെ? അപ്പോൾ അതേ പ്രൊസീജിയർ ഇങ്ങോട്ടേക്ക് അപ്ലൈ ആകും ഇഫ് യുവർ ലോൺ റീപേയ്മെന്റ് നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ അന്ന് ഈ ഡിബെഞ്ചർ സാധാരണ ഡിബെഞ്ചർ പോലെയായി ബാങ്കുകാർ നമ്മളുടെ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആയി മാറും. അപ്പോൾ അവർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഡിബെഞ്ചറിന്റെ ആ പീരീഡ് മെൻഷൻ ചെയ്യുന്നത് ആ ഡിബെഞ്ചർ ഇൻസ്ട്രുമെന്റിനകത്ത് എത്രയാണോ ആ സമയം കഴിയുമ്പോൾ ഈ ബാങ്കിന് നമ്മൾ തിരിച്ച് പൈസ കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ലോണിന് വേണ്ടി സെക്യൂരിറ്റി ആയിട്ട് കൊടുത്ത ഡിബെഞ്ചേഴ്സ് അൾട്ടിമേറ്റ്ലി നമ്മൾ അവർക്ക് ആ ഡിബെഞ്ചർ റിഡീം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ബാങ്ക് ലോണ് തിരിച്ചടക്കേണ്ടി വരും. സോ അതാണ് കൊളാട്രൽ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് അപ്രോച്ച് നമ്മൾക്ക് മനസ്സിലായി. ജേർണൽ എൻട്രി ഒന്നുമില്ല, വെറുതെ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കാണിക്കും ഇന്ന ആളുടെ ലോണിന് നമ്മൾ ഇന്ന ഡിബെഞ്ചർ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്
രണ്ടാമത്തെ approach is nothing but you will actually record a journal entry. അപ്പോൾ journal entry എന്ന് പറയുമ്പോൾ ഡിബെഞ്ചർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഡിബെഞ്ചർ is going to be a liability, so you will have to credit debenture. But are you going to get something from those bank? അല്ല, ബാങ്കിൽ നിന്ന് നമുക്ക് പൈസയൊന്നും കിട്ടുന്നില്ല. അവർ തന്ന ഒരു ലോണിന് നമ്മൾ സെക്യൂരിറ്റി ആയിട്ടാണ് ഈ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഡിബെഞ്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന് അഗൻസ്റ്റ് ആയിട്ട് നമുക്ക് പൈസയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ എല്ലാ എൻട്രീസിലും ഡിബെഞ്ചറിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ആരെയാണ് ചെയ്യുന്നത്? ബാങ്കിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ടിലാണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും കുറച്ചെങ്കിലും പൈസ ബാങ്കിലേക്ക് വരുന്നുണ്ട്. പക്ഷെ കൊളാട്രൽ സെക്യൂരിറ്റി ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരാനുണ്ടോ? ഇല്ല. അപ്പോൾ വിൽ യു ലീവ് ദ എൻട്രി ആസ് ഇറ്റ് ഇസ്? ക്രെഡിറ്റ് മാത്രം റെക്കോർഡ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല. ഡബിൾ എൻട്രി സിസ്റ്റം ആണ്, അതിനൊരു ഡെബിറ്റും വേണം. സോ therefore you will use the ledger debenture suspense account. ആൻഡ് ഈ ഡിബെഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് നമ്മളുടെ ബാലൻസ് ഷീറ്റിന്റെ അതർ നോൺ കറണ്ട് അസറ്റ്സിന്റെ ലിസ്റ്റിനകത്ത് കാണും. ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിന്റെ ഈ ഡിബെഞ്ചറും കാണും. എന്നാണോ ഈ ലോണ് ഫുള്ളി റീപേ ആയി പോകുന്നത്, എന്തിനു വേണ്ടിയാണോ നമ്മൾ ഈ കൊളാട്രൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തത്, ആ ലോൺ എന്ന് റീപേ ആയി പോകുന്നു അന്ന് ഈ എൻട്രി റിവേഴ്സ് ആയി ലയബിലിറ്റി സൈഡിൽ നിന്ന് ഡിബെഞ്ചറും പോകും, അസറ്റ് സൈഡിൽ നിന്ന് ഡിബെഞ്ചർ സസ്പെൻസും പോകും. So taking the same information of illustration A, the entry on issue will be as follows. അതായത് തൊട്ട് മേലത്തെ കേസ് തന്നെ നമ്മളോട് ജേർണലൈസ് ചെയ്ത് രണ്ടാമത്തെ മെത്തേഡ് വഴി ചെയ്യാൻ പറയണം. അപ്പോൾ അവിടെ ഡിബെഞ്ചർ സസ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ആരെ ക്രെഡിറ്റ് ചെയ്യും? 14% ഫസ്റ്റ് മോർഗേജ് ഡിബെഞ്ചർ. എത്രയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാൻ പോകുന്നത്? 1,50,00,000 lakh. കാരണം ഡിബെഞ്ചറിന്റെ വർത്ത് അത്രയാണ്. നമ്മൾക്ക് എടുത്ത ലോൺ 1 കോടിയുടെയാണ്, പക്ഷെ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന്റെ വാല്യൂ എത്രയാണ്? 1,50,00,000 lakh. സോ അതായിരിക്കും നമ്മളുടെ journal entry. ഇനി 14% first mortgage debentures will go to liability side and debenture suspense will go to asset side. That is with regard to the second method. പക്ഷെ പൊതുവെ ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആ ഒരു ലയബിലിറ്റി എന്ന് പറയുന്ന ഡിബെഞ്ചർ ശരിക്കും ക്രിയേറ്റ് ആവാൻ പോകുന്നത് നമ്മൾക്ക് എന്തെങ്കിലും ലോൺ റീപേയ്മെന്റ് തടസ്സം വരുമ്പോഴാണ്. അന്ന് വരെ ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു സസ്പെൻസ് അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കി വെറുതെ ഒരു അസറ്റ് സൈഡിൽ ഒരു അസറ്റും ഒരു ലയബിലിറ്റിയും ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിലും നല്ലത് ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നോട്ട്സ് ടു അക്കൗണ്ട്സ് വഴി കൊടുക്കുന്നതായിരിക്കും. സോ ഫസ്റ്റ് മെത്തേഡാണ് ജനറലി പ്രിഫേർഡ്. പക്ഷെ രണ്ടാമത്തെ മെത്തേഡും ഫോളോ ചെയ്യുന്നവരും ഉണ്ട്, അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡും നമ്മൾക്ക് ഫോളോ ചെയ്യാം. സോ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ആൻഡ് ദെൻ വി ഹാവ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഇൻ കൺസിഡറേഷൻ അതർ ദാൻ ഫോർ ക്യാഷ്. അതായത് നമ്മൾ ഷെയർസിൽ പഠിച്ചതുപോലെ തന്നെ എല്ലാം നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതും ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതും അൾട്ടിമേറ്റ്ലി ഒരു എയിമിന് വേണ്ടിയായിരുന്നു. നമ്മൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ, അതായത് ഡെബിറ്റ് സൈഡിൽ നമ്മൾക്ക് വരാൻ പോകുന്നത് ബാങ്കോ അല്ലെങ്കിൽ ക്യാഷ് ബാലൻസോ കൂടുന്നതായിട്ടാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ മറ്റെന്തെങ്കിലും പേർപ്പസിന് വേണ്ടിയും അവർക്ക് പൈസ കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അല്ലെ, നമ്മൾ പഠിച്ചിരുന്നു ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടി ആ ഫിക്സഡ് അസറ്റ് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിച്ചത് അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നതിന് പകരം അവർക്ക് നമ്മളൊരു ഷെയർ ഇഷ്യൂ ചെയ്യിക്കാൻ. സെയിം വേ ഡിബെഞ്ചറും അതേപോലെ തന്നെ നമ്മൾക്ക് ഇഷ്യൂ ചെയ്യാം. അതാണ് ഇവിടെ എൻട്രി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബീയിങ് ദ അസറ്റ്സ് ടേക്കൺ ഓവർ, ഇത് ഒരു ബിസിനസ് ടേക്ക് ഓവറിന്റെ എൻട്രി കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു അസറ്റ് അല്ല വാങ്ങിക്കുന്നത്, പകരം ഒരു ബിസിനസ് മുഴുവനായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ബിസിനസ് മുഴുവനായിട്ടൊന്ന് വാങ്ങിക്കുമ്പോൾ അവരുടെ അസറ്റ്സും നമ്മൾ ടേക്ക് ഓവർ ചെയ്യും, അവരുടെ ലയബിലിറ്റിയും നമ്മൾ ടേക്ക് ഓവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഈ എൻട്രി ചെയ്തേക്കുന്നത് സൺട്രി അസറ്റ്സ് ടു സൺട്രി ലയബിലിറ്റീസ്. അത് കഴിഞ്ഞിട്ടും എത്രയാണോ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ സൺട്രി അസറ്റും സൺട്രി ലയബിലിറ്റിയും അതിനെ രണ്ടും സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ആയിരിക്കണം ഞാൻ ആർക്ക് കൊടുക്കേണ്ടത്, ആരുടെ കയ്യിൽ നിന്നാണ് ഈ ബിസിനസ് ഞാൻ വാങ്ങിച്ചത് അവർക്ക് കൊടുക്കേണ്ടത്. അതിനെയാണ് ഈ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ ഈ വാക്കുകളൊക്കെ നിങ്ങൾ കുറച്ചും കൂടെ ഇന്റർ ലെവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് അമാൽഗമേഷൻ എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അപ്പം നമ്മൾ ഡീറ്റെയിലി പഠിക്കുന്ന ഒരു കാര്യം ഇത് നിങ്ങൾ ലോജിക്കലി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ അയാളുടെ വീട് വാങ്ങിച്ചു, അതോടൊപ്പം ആ വീട് അയാൾ പണിതത് ഒരു ലോൺ എടുത്തിട്ടാണെന്ന് വെക്കുക. അപ്പൊ അയാൾ നമ്മൾക്ക് വീടിന് വില ഇട്ട് തന്നത് 50 ലക്ഷമാണ്, അയാൾ എടുത്ത ലോണ് 10 ലക്ഷം കൂടി ഇനി അടച്ചു തീർക്കാൻ. അപ്പൊ നമ്മൾ ആ വീട് വാങ്ങിച്ചപ്പോൾ ആ ലോണും കൂടെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം. അപ്പൊ നമ്മൾ പറയണേ ഇനി തൊട്ട് ഞാനാണ് ഓണർ, ഐ വിൽ എൻഷുർ ദാറ്റ് ഐ വിൽ പേ ദ 10 lakh. സോ ഹൗ മച്ച് വിൽ യു പേ ദ പേഴ്സൺ ഹു ഹാസ് സോൾഡ് യു ദ ഹൗസ്?
അയാൾ 50 ലക്ഷത്തിന്റെ വീടാണ് നമ്മൾക്ക് തന്നതെങ്കിലും അതിന്റെ കൂടെ ഒരു 10 ലക്ഷത്തിന്റെ കടവും കൂടെ നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലെ. അപ്പൊ ഐഡിയലി സ്പീക്കിംഗ് അയാൾക്ക് നമ്മൾ എത്ര കൊടുത്താൽ മതി? ബാക്കി 40 ലക്ഷം കൊടുത്താൽ പോരെ? കാരണം 10 ലക്ഷം നമ്മൾ ആർക്കായിരിക്കും അടയ്ക്കാൻ പോകുന്നത്? ആ ബാങ്ക് ആരാണ് ലോൺ തന്നെ ആ ബാങ്കിനായിരിക്കും അടയ്ക്കാൻ പോകുന്നത്. ആ ആൾക്ക് നമ്മൾ കൊടുക്കുന്ന 40 ലക്ഷം നമ്മളുടെ എക്സാമ്പിളിലാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. വെരി സിമ്പിൾ. ഇനി ഈ പർച്ചേസ് കൺസിഡറേഷന് പകരമായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ക്യാഷ് കൊടുക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ കമ്പനിയിലെ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു, ഷെയർസ് പോലെ തന്നെ. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് ലോജിക്കലി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്താണ് നമ്മൾ ഈ പേയ്മെന്റ് സെറ്റിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തത് പാറിലും പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും ആണെങ്കിൽ നമ്പർ ഓഫ് ഡിബെഞ്ചേഴ്സ് അറ്റ് ഈച്ച് കേസ് വിൽ ഡിഫർ. അതിനെക്കുറിച്ചാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ കൊടുക്കേണ്ടത് 10 ലക്ഷം രൂപയാണെന്നൊന്ന് വെക്കുക. So imagine we have to pay them 10 lakh rupees. അപ്പോൾ 10 lakh ആണ് ഞാൻ അവർക്ക് ഡിബെഞ്ചർ വഴി കൊടുക്കാൻ പോകുന്നത്. ഈ കൊടുക്കാൻ പോകുന്ന 10 ലക്ഷം 100 രൂപ വിലയുള്ള ഡിബെഞ്ചർ വെച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര നമ്പർ ഓഫ് ഡിബെഞ്ചേഴ്സ് നമ്മൾ ഇഷ്യൂ ചെയ്യണം? 10,000 ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണ്ടേ? സോ ഇതാണ് പാറിൽ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തത്. ഇനി ഇതേ എക്സാമ്പിൾ തന്നെ 10 ലക്ഷമാണ് ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട എമൗണ്ട്. അത് ഞാൻ കൊടുക്കാൻ പോകുന്നത് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള ഡിബെഞ്ചർ ആണ്, പക്ഷെ അതിന് പ്രീമിയം 120 ഫിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ എത്ര ഡിബെഞ്ചർ ഞാൻ കൊടുത്താൽ കൊടുത്താലായിരിക്കും ഈ 10 ലക്ഷം രൂപ അവർക്ക് 10 ലക്ഷം രൂപയുടെ സെറ്റിൽമെന്റ് അവർക്ക് കിട്ടാൻ പോകുന്നത്? ഒരു ഡിബെഞ്ചറിന് എത്ര രൂപ വിലയുണ്ടെന്നാണ് പറഞ്ഞത്? 120 രൂപ. അതായത് സംവെയർ അറൌണ്ട് 8,334 ഡിബെഞ്ചേഴ്സ് ആയിരിക്കണം ഞാൻ ഇഷ്യൂ ചെയ്യും. ഇനി സെയിം എക്സാമ്പിൾ 10 ലക്ഷം രൂപ കൊടുക്കേണ്ടത് ഞാൻ ഡിബെഞ്ചർ ഉപയോഗിച്ചാണ്. എന്നാൽ ഡിബെഞ്ചർ 90 റുപ്പീസിന്റെ ഡിബെഞ്ചറാണ്, അതായത് ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഡിബെഞ്ചറാണ് ഞാൻ അവർക്ക് സെറ്റിൽമെന്റ് ആയിട്ട് കൊടുത്തതെങ്കിൽ ഐ ഹാവ് ടു ഗിവ് ദം ഹൗ മെനി ഡിബെഞ്ചേഴ്സ്? 11,112 ഡിബെഞ്ചേഴ്സ്. അത്രയും ഡിബെഞ്ചർ കൊടുത്താൽ മാത്രമാണ് ഞാൻ കൊടുക്കുന്ന ഡിബെഞ്ചറിന്റെ വർത്ത് അവർക്ക് കൊടുക്കേണ്ട പൈസ ആയാലും പർച്ചേസ് കൺസിഡറേഷൻ ആയ 10 ലക്ഷം രൂപ എത്തുകയുള്ളൂ. സോ ഇതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കമ്പ്യൂട്ടേഷൻ ആണ് തിയററ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, so let us quickly take up illustration number 10. ഈ ഒരു എക്സാമ്പിൾ എക്സ് കമ്പനി ലിമിറ്റഡ് issued 10,014% debentures of nominal value 50 lakhs as follows to sundry persons for cash at 90% of nominal value of 25 lakh, to vendor for purchase of fixed assets worth 10 lakh, 12 lakh, 50,000 nominal value, to the banker as collateral security for a loan of 10 lakh, 12 lakh, 50,000 nominal value. Pass necessary journal entries. Yeah, so ഏറ്റവും ആദ്യം നമ്മൾക്ക് ക്യാഷ് ടു സൺട്രി പേഴ്സൺസ് ആർക്കോ ക്യാഷ് നമ്മൾ കൊടുക്കണമായിരുന്നു. ടു സൺട്രി പേഴ്സൺസ് ഫോർ ക്യാഷ്, അതിന് പകരം നമ്മൾ ഇഷ്യൂ 10% ഡിബെഞ്ചേഴ്സ്. അതായത് പല ആൾക്കാർക്കും ക്യാഷ് റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തു. സാധാരണ എൻട്രി പോലെ തന്നെ എന്തായിരിക്കും എൻട്രി വരാൻ പോകുന്നത്? ഫസ്റ്റ് കേസസ് ബാങ്കിലേക്ക് അല്ലെങ്കിൽ ക്യാഷിന് വേണ്ടി നമ്മൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. അതാണ് അവിടെ പറയുന്നത്. ഇല്ലസ്ട്രേഷൻ നമ്പർ 10. എൻട്രി വിൽ ബി ഫസ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് കാണിക്കുക. ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് നമ്മൾ എത്ര കാണിക്കും? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 25 ലക്ഷമാണ് ശരിക്കും അതിന്റെ നോമിനൽ വാല്യൂ. പക്ഷെ എത്ര രൂപയ്ക്കാണ് ഞാൻ അയാൾക്ക് കൊടുക്കുന്നത്? 90%, which means in bank I am going to get only 22,55,000. So 50,000 to debenture application. Yeah, and debenture application ultimately you will transfer to debenture application account debit
22,50,000. But debentures will be credited with percentage എത്രയാണ് 14% debenture. 14% debentures credit ചെയ്യേണ്ടത് എത്രയാണ് 25 lakhനാണ്. അതായത് remaining 2,50,000 is nothing but discount on issue of debentures. Then second case, to vendor for purchase of fixed assets worth 10 lakh. അതായത് നമ്മൾക്ക് കിട്ടിയ ഫിക്സഡ് അസറ്റിന്റെ വർത്ത് എത്രയാണ് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ആയത് കാരണം അതിന് ഡെബിറ്റ് ചെയ്യണം. ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് 10 lakh. So which means I should pay the person who has sold me this fixed asset 10 lakh. അപ്പോൾ അയാളുടെ പേരുണ്ടെങ്കിൽ പേര് എഴുതുക. ഇവിടെ ഇപ്പോൾ നമുക്ക് പേരൊന്നും ഇല്ലാത്ത കാരണം വെൻഡർ എന്ന കോമൺ നെയിമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. വെൻഡർ ഇസ് നത്തിങ് ബട്ട് ക്രെഡിറ്റർ എന്നുള്ള പേരും നമ്മൾക്ക് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. സോ വെൻഡറിന് 10 ലക്ഷം രൂപ കൊടുക്കണം. ഇനി എങ്ങനെയാണ് നമ്മൾ ഇവർക്ക് പേയ്മെന്റ് നടത്താൻ പോകുന്നത്? I am going to pay vendor 10 lakhs. But I am going to issue debentures as part of his payment, but those debentures are worth 12,50,000, which means 14% debenture ഞാൻ കൊടുക്കാൻ പോകുന്നത് 12,50,000 ഫേസ് വാല്യൂ ഉള്ളതാണ്. പക്ഷെ അവർക്ക് അത് കിട്ടുമ്പോൾ 10 ലക്ഷം കിട്ടുകയുള്ളൂ, കാരണം ബാക്കി ഡിസ്കൗണ്ടിലേക്ക് പോകും. സോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് debentures account debit 2,50,000. Yeah. And this discount on issue of debentures will be written off finally. Yeah. Ini, to the banker as a collateral security for a loan of 10 lakh, 12 lakh, 50,000. അപ്പോൾ നമ്മൾ ഒരു ലോൺ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ലോൺ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബാങ്കിലേക്ക് ആ പൈസ വന്നു കാണും അല്ലേ? സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര രൂപയാണ് നമ്മൾ വാങ്ങിച്ചത്? 10 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. സോ 10 lakh and I'll create the bank loan also. ബാങ്ക് ലോണിന്റെ പേരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാം. ബാങ്ക് ലോൺ 10 ലക്ഷം. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടാണ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തത്. കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ടാണെങ്കിൽ രണ്ട് അപ്രോച്ച് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡിൽ നോ എൻട്രി, only presentation in notes to accounts. As collateral security issued debentures of 12,50,000 എന്നുള്ളത് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കൊടുക്കുക. ഇനി മെത്തേഡ് 2 ആണ് ഫോളോ ചെയ്യുന്നെങ്കിലോ? മെത്തേഡ് 2 ആണ് ഫോളോ ചെയ്യുന്നെങ്കിൽ രണ്ടാമത്തെ ഒരു എൻട്രി, അതായത് 12,50,000 ആണ് ഒരു എൻട്രി വരും. വാട്ട് ഈസ് ദ എൻട്രി? എൻട്രി വിൽ ബി ഡിബെഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് 12,50,000 to 14% debenture 12,50,000. സോ ഏത് അപ്രോച്ച് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മെത്തേഡിനെ കുറിച്ച് വേണമെങ്കിൽ എഴുതാം. അല്ല നിങ്ങൾക്ക് തോന്നുകയാണ് ഏതെങ്കിലും ഒരു മെത്തേഡിനെ കുറിച്ച് മെൻഷൻ ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഫോളോ ചെയ്യും. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതി തീർക്കാൻ പറ്റുകയാണെങ്കിൽ രണ്ട് മെത്തേഡും ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നോ എൻട്രീസ് മെയ്ഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് ചൂസ് വിച്ച് എവർ വേ യു വാണ്ട് ടു ഡു ഇറ്റ്. ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കാനുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓർ ആസ്പെക്ട്സ് ഫ്രം ദിസ് ചാപ്റ്റർ ഇസ് ഈ ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എഴുതി തള്ളണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ P&Lലേക്ക്. അതെങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നത്? ഡിസ്കൗണ്ടും അതെ, ലോസും അതെ. എന്താണ് ഈ ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിഡംഷന്റെ സമയത്ത് പ്രീമിയത്തിലാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ അതും നമ്മൾക്കൊരു നഷ്ടമാണ് അല്ലേ? ആ നഷ്ടത്തിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. സോ ചില കേസിൽ ഡിസ്കൗണ്ടും ലോസും ഒരുമിച്ച് വരും. അപ്പോൾ അത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തും നമ്മൾ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്നാണ് പറയുന്നത്. അല്ലാതെ പ്രീമിയത്തിൽ അല്ല റിഡീം ചെയ്യുന്നത് നോർമൽ കേസാണ്. പക്ഷെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു, അവിടെയും ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നഷ്ടം വരുന്നു. സോ ഈ രണ്ട് നഷ്ടങ്ങൾ വന്നാലും യു വിൽ ഹാവ് ടു റൈറ്റ് ഓഫ് ത്രൂ P&L അക്കൗണ്ടിൽ. അപ്പോൾ എന്തായിരിക്കും എൻട്രി? എല്ലാ എൻട്രീസും നോക്കിയേ, ബി ഇറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട്, ബി ഇറ്റ് ലോസ് അക്കൗണ്ട്, it is having a debit balance. അതായത് ഇതിനെല്ലാം ഒരു ഡെബിറ്റ് ബാലൻസ്, ഇതെല്ലാം ലോസസ് ആണ് അല്ലേ? അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൗ വിൽ ഐ റൈറ്റ് ഓഫ് ദിസ് ലെഡ്ജർ ത്രൂ P&L. അപ്പോൾ P&Lന് ഒരു ഡെബിറ്റ് വരണം, കാരണം
I'm writing off a loss. So P and L ഡെബിറ്റും ഈ ലെഡ്ജറിന് ഡിസ്കൗണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോസ് ആയിക്കോട്ടെ, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് നമ്മൾ ക്രെഡിറ്റും ചെയ്യും. അതായത് ഓൾറെഡി നമ്മൾ ആദ്യത്തെ എൻട്രി വഴി ഡിസ്കൗണ്ട് അക്കൗണ്ടിന് ഒരു ഡെബിറ്റ് ബാലൻസ്, അതായത് 10 രൂപയാണെന്ന് വെക്കുക. 10 വർഷം കൊണ്ടാണ് ഇത് എഴുതി തള്ളേണ്ടതെങ്കിൽ എല്ലാ വർഷവും ഓരോ രൂപ വെച്ച് നമ്മളിത് പി ആൻഡിലേക്ക് റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡിസ്കൗണ്ട് അക്കൗണ്ട് ആ വർഷം കഴിയുമ്പോൾ 10 - 1 ബാക്കി 9 രൂപയെ കാണിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് റൈറ്റ് ഓഫ്. റൈറ്റ് ഓഫ് വിൽ ബി ത്രൂ പി ആൻഡ് എൽ അക്കൗണ്ട്. നൗ പി ആൻഡ് എൽ അക്കൗണ്ട് വഴി റൈറ്റ് ഓഫ് ചെയ്താലും you will have two types of method to find out how will you transfer these losses to P&L. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, ആദ്യത്തെ അപ്രോച്ച് വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം ഡിബെഞ്ചേഴ്സ് റിഡീം ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ പോലെ തന്നെ ഇപ്പോൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, 10 വർഷങ്ങൾക്ക് ശേഷം ഡിബെഞ്ചർ റിഡീം ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഡിബെഞ്ചേഴ്സിനും റിഡീം ചെയ്യാൻ ഒറ്റൊരു സമയമുള്ളൂ, 10 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ ഒരു ഫിക്സഡ് ടാർഗറ്റ് ഫുൾ റിഡംഷനും വേണ്ടിയുണ്ടെങ്കിൽ, അതായത് ഒരു ഫിക്സഡ് പീരീഡിന് ശേഷം എല്ലാ റിഡംഷനും കൂടെ ഒരുമിച്ച് നടക്കുന്ന കേസ് ആണെങ്കിൽ നമ്മൾക്ക് ഈക്വലി അത്രയും വർഷങ്ങൾ ലൈഫ് ഓഫ് ദ ഡിബെഞ്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഈക്വലി റൈറ്റ് ഓഫ് ചെയ്യാം. അതാണ് ഫസ്റ്റ് അപ്രോച്ച്. സോ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. HDC ലിമിറ്റഡ് ഇഷ്യൂസ് 1,12% debentures of 100 each at 94 on 1st January 2017. Under the terms of issue, the debentures are redeemable at the end of 5 years from the date of issue. Calculate the amount of discount to be written off in each of the 5 years. അപ്പോൾ നോക്കിക്കേ എത്രയാണ് ഡിസ്കൗണ്ട് ശരിക്കും. Illustration number 11. Discount is going to be 1 lakh ഡിബെഞ്ചറിന്മേൽ എത്രയാണ് ഡിസ്കൗണ്ട്? 100 രൂപയുടെ സാധനം 94 കൊടുത്തതെങ്കിൽ അതിൻ്റെ അർത്ഥം 6 രൂപയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. സോ 6 rupees ഡിസ്കൗണ്ട് ഓൺ ഹൗ മെനി ഡിബെഞ്ചേഴ്സ്? 1 lakh ഡിബെഞ്ചേഴ്സ്. So therefore my total discount on issue of debentures is going to be 6 lakh rupees. And how am I supposed to write it off or write off this discount to P&L? ഇത് അതിനാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. റിഡംഷൻ നടക്കുന്നത് ഒറ്റ ഒരു സിംഗിൾ ലോട്ടായിട്ട് എല്ലാ ഡിബെഞ്ചേഴ്സിനും കൂടെ നടക്കുന്നത് ഒരുമിച്ചാണോ നോക്കുക. ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് റിഡംഷൻ്റെ പീരീഡ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും കൂടെ ഒറ്റ ഒരു റിഡംഷൻ ഡേറ്റേ ഉള്ളെങ്കിൽ നമ്മൾക്ക് ഇഷ്യൂ ചെയ്ത ഡേറ്റ് തൊട്ട് റിഡംഷൻ വരെയുള്ള ഡേറ്റ് വരെയുള്ള ഗ്യാപ്പിനെ ലൈഫ് ഓഫ് ഡിബെഞ്ചർ ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇഷ്യൂ ചെയ്തത് ജനുവരി 1-നാണെങ്കിൽ 5 വർഷങ്ങൾക്ക് ശേഷം റിഡീം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്കൊരു ഫിക്സഡ് ലൈഫ് ഓഫ് ഡിബെഞ്ചർ ഉണ്ട് അല്ലേ. സോ therefore we can say discount to be written off through P&L every year is going to be total 6 lakh divided by life of the asset. How much is that? 6 lakh divided by 5. അതായത് 1,20,000, which means എല്ലാ വർഷവും 1 lakh ഫസ്റ്റ് ഇയർ തൊട്ട് 1,20,000 ഡിസ്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ വർഷം തൊട്ട് തന്നെ ഡിസ്കൗണ്ട് P&Lലേക്ക് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 6 lakhൽ നിന്ന് 1,20,000 പോയി, പിന്നെ 4,80,000 കാണുള്ളൂ. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത് 5-ാമത്തെ കൊല്ലമാകുമ്പോൾ ഫുൾ റൈറ്റ് ഓഫ് ചെയ്ത് ഡിസ്കൗണ്ടും ക്ലോസ് ആവും. ദാറ്റ് ഈസ് ഹൗ യു വിൽ ട്രീറ്റ്. ഇനി ഇതേ കാര്യമാണ് സ്റ്റഡി മെറ്റീരിയൽ ആ സെയിം പ്രോബ്ലത്തിന് ടേബിളിൽ തന്നിരിക്കുന്നത്. 1,20,000 ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയത് തന്നെയാണ് നമ്മളും കണ്ടുപിടിച്ചിരിക്കുന്നത്. സെയിം എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ വഴി എഴുതിയാലും ഒരു വിരോധവും ഇല്ല. 6 lakh divided by life of the debenture. Now the second method will come into place when debentures will not be redeemed in one single lot but will be redeemed gradually, അല്ലെങ്കിൽ will be redeemed in installment stage ആണെങ്കിൽ how will you write off, അല്ലെങ്കിൽ how will you compute the amount that should be written off through P&L every year?
കാരണം അത് ഡിസ്കൗണ്ട് ഡിബെഞ്ചർ നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത് ഒറ്റയൊരു തവണയായിട്ടല്ല, പല തവണകളായിട്ടാണ്. അപ്പോൾ പല ഡിബെഞ്ചർ എമൗണ്ടിനും പല ദിവസമായിരിക്കും റിഡംഷൻ പീരീഡ് വരുന്നത് അല്ലേ. അപ്പോൾ ലൈഫ് ഓഫ് ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂ തൊട്ട് റിഡംഷൻ വരെയുള്ള ചെക്ക് ചെയ്യുമ്പോൾ ഓരോ ഡേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഓരോ വർഷമായിരിക്കും ഓരോ കാറ്റഗറിക്കും വരുന്നത്. അപ്പോൾ അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഫോർമുല നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. We will have to follow something called sum of digits method. Yeah. Now how are we going to work out that എന്നുള്ളത് നമ്മൾക്ക് പ്രോബ്ലം വഴി തന്നെ മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ സം ഓഫ് ഡിജിറ്റ്സ് മെത്തേഡ് വഴി എത്രയാണ് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാം. Yeah. Sum of years digits method. It's nothing but what we have learned earlier. Yeah, depreciation നമ്മൾ പഠിച്ച മെത്തേഡ് രീതി തന്നെയാണ്. So illustration number 12, let us take up that and understand this concept. Illustration number 12, HDC Limited issues 2,12% debentures of 10 each at 9.4 on 1st January 2010. Under the terms of issue, 1/5 of the debentures are annually redeemable by drawings, the first redemption occurring on 31st December 2010. Calculate the amount of discount to be written off from 2010 to 2014. Yeah. So അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്കൗണ്ട് എന്നുള്ളത് നമ്മൾക്കൊന്ന് കണ്ട് പിടിക്കാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്കൗണ്ട് എമൗണ്ട്? ഡിസ്കൗണ്ട് എമൗണ്ട് ഇവിടെ പറയുന്നത് എത്ര ഡിബെഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 2 lakh ഡിബെഞ്ചേഴ്സ് ആണ്. അതിന്മേലുള്ള ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 10 രൂപയുടെ സാധനം 9.4 കൊടുത്തു. വിച്ച് മീൻസ് മൈ ഡിസ്കൗണ്ട് ഇസ് ഗോയിങ് ടു ബി 1,20,000. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 1,20,000. ഈ 1,20,000 എങ്ങനെയാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ് വഴി കണ്ടുപിടിക്കാൻ പോകുന്നത്. So how will we find out that? അതിനു വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓരോ ഡിബെഞ്ചറും നമ്മളുടെ കയ്യിൽ ഫണ്ട് എത്ര നാൾ നിന്നു, എത്ര നാൾ അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടി, ആ ഒരു റേഷ്യോ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മളോട് പറയുന്നത് ആദ്യത്തെ റിഡംഷൻ നടക്കുന്നത് 31st ഡിസംബറിലാണ് അല്ലേ. അപ്പോൾ എത്രയാണ് നമ്മൾക്ക് ടോട്ടലി കിട്ടേണ്ട ലൈബിലിറ്റി ആയിട്ടുണ്ടായിരുന്ന എമൗണ്ടും 20 lakh ആണ് ടോട്ടൽ ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ 20 lakhന്റെ ലോണാണ് നമ്മൾക്ക് ശരിക്കും കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കടമാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്, പലരും ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ആ കടം എത്ര നാളാണ് 20 lakhൽ തന്നെ നമ്മൾക്ക് ആ ബെനിഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്? ഒരു വർഷം. അടുത്ത വർഷം ആകുമ്പോൾ ആ 20 lakhൽ നിന്ന് 1/5 റിഡീം ചെയ്തു പോകും. അപ്പം നമ്മളുടെ ബെനിഫിറ്റ്, നമ്മൾക്ക് കിട്ടിയ ഫണ്ട് കുറച്ച് കുറഞ്ഞു വരും. അങ്ങനെ നമ്മൾക്ക് ഈ ഡിബെഞ്ചർ റേസ് ചെയ്തത് വഴി അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തത് വഴി കിട്ടുന്ന ബെനിഫിറ്റ് എങ്ങനെയാണോ ആ ബെനിഫിറ്റിന്റെ റേഷ്യോയിലായിരിക്കും നമ്മൾ ഈ ഡിസ്കൗണ്ടിന് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. സോ ലെറ്റ് us work out that using a similar table we had done in depreciation chapter for the same sum of years method. Yeah, sum of years. So year end. Next is debenture outstanding before each redemption. അതായത് ഡിബെഞ്ചറിൽ എത്ര എമൗണ്ട് കിടപ്പുണ്ട് റിഡംഷന്റെ മുൻപ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഓരോ തവണ. ദെൻ ദ റേഷ്യോ ഓഫ് ബെനിഫിറ്റ് derived. Finally, the amount to be written off, amount to be written off, amount or discount amount എന്ന് വേണമെങ്കിൽ discount to be written off to enter. So first year എത്ര കൊല്ലം കൊണ്ടാണ് നമ്മൾ ഇത് റൈറ്റ് ഓഫ് ചെയ്യുന്നത്? 2010
2010 ആണ് തുടങ്ങുന്നത് അല്ലേ. 2010 ഡിസംബർ തൊട്ട് 2014 വരെയുള്ള കണക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 2010 ഡിസംബർ, അപ്പോൾ അതാണ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ വർഷം. സോ അങ്ങനെ തന്നെ നമ്മൾക്ക് തുടങ്ങാം. സോ 2010 being a first year, 2011, 2012, 2013 and 2014 വരെയുള്ള ഡിസ്കൗണ്ടിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ 2010 എൻഡിൽ റിഡംഷൻ്റെ തൊട്ട് മുൻപ് നമ്മളുടെ കയ്യിൽ എത്ര ഡിബെഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ക്യാഷ് അല്ല, ക്യാഷ് എന്ന് വെച്ചാൽ ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ടുള്ളതാണ്. അതല്ല, ഔട്ട്സ്റ്റാൻഡിങ് ഡിബെഞ്ചർ എന്ന് പറയുന്ന ലയബിലിറ്റി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എത്രയാണ്. ഇപ്പോൾ റിഡംഷൻ്റെ മുൻപ് ആദ്യത്തെ റിഡംഷൻ നടക്കുന്നത് ഡിസംബർ 31 അല്ലേ. പക്ഷെ നമ്മൾ ഡിബെഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് ജസ്റ്റ് ബിഫോർ റിഡംഷൻ സ്റ്റേജ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഫുൾ 20 ലക്ഷവും ഔട്ട്സ്റ്റാൻഡിങ് ആണ് ആദ്യത്തെ റിഡംഷന് മുൻപ്. ഇനി രണ്ടാമത്തെ വർഷത്തിലേക്ക് വരിക. രണ്ടാമത്തെ വർഷത്തെ റിഡംഷന് മുൻപ് എത്ര എമൗണ്ട് ഡിബെഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ കിടപ്പുണ്ട്. അപ്പോൾ ഓർക്കുക, ആദ്യത്തെ വർഷത്തെ ഡിബെഞ്ചർ റിഡംഷൻ ഓൾറെഡി കഴിഞ്ഞു, വിച്ച് വാസ് 1/5 അല്ലേ. സോ 1/5 എന്ന് പറയുമ്പോൾ 20 ലാഖിൻ്റെ 1/5 റിഡീം ചെയ്ത് കഴിഞ്ഞു. അതായത് 4 ലാഖ് റിഡീം ചെയ്ത് കഴിഞ്ഞു. ബാക്കി അപ്പോൾ എത്രയാണുള്ളത്? 16 ലാഖ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. 20 ലാഖ് മൈനസ് 20 ലാഖിൻ്റെ 1/5 അത് ഫസ്റ്റ് ഇയറിൽ റിഡീം ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ റിഡംഷന് മുൻപ് 16 ലക്ഷമുണ്ട്. ഇനി മൂന്നാമത്തെ വർഷം വരുമ്പോഴോ, മൂന്നാമത്തെ വർഷവും അനദർ 1/5. അപ്പോൾ അതിൻ്റെ അർത്ഥം our outstanding debenture will be 12 lakh before the third redemption. And 2013 another 4 lakh redeem ചെയ്ത് കാണും. അപ്പോൾ എത്രയാണ് ബാക്കി ഉണ്ടാവുക? 8 lakh. And finally fifth ഇയറിലെ റിഡംഷന് മുൻപ് എത്ര രൂപ നമ്മളുടെ കയ്യിൽ ഡിബെഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്? 4 ലക്ഷം രൂപയും കൂടെ ഉണ്ട്. ആ 4 ലക്ഷമാണ് അവസാനത്തെ റിഡംഷനോട് കൂടി നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഡിബെഞ്ചർ ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമ്മൾ ട്രീറ്റ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ബെനിഫിറ്റ്, ഇതാണ് നമ്മൾക്ക് കിട്ടിയ ബെനിഫിറ്റ് അല്ലെങ്കിൽ നമ്മൾക്ക് കടമായിട്ട് കിട്ടിയ പൈസ ഓരോ വർഷത്തിൽ. ഈ ബേസിസിൽ നമ്മൾ റേഷ്യോ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ റേഷ്യോ? 4 lakh, what will be the ratio? 4 lakh ആണ് ഏറ്റവും മിനിമം അല്ലേ. സോ our ratio will be 5:4:3:2:1. റേഷ്യോ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ will be 5, 4, 3, 2 and 1. And in this ratio you are going to write off the discount amount. But ratio individually കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ find the total of the ratio of benefit. ഇതാണ് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡിൽ നമ്മൾ ഡിപ്രിസിയേഷനിൽ പഠിച്ചത്. ആ സെയിം സംഭവം തന്നെ അവിടെ നമ്മൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു സെക്കൻഡ് കോളം ഇല്ലാതെ നമ്മൾ റേഷ്യോ എഴുതി പോവുകയായിരുന്നു. ഇവിടെ നമ്മൾ ഒരു അഡീഷണൽ കോളം കൂടെ വന്ന് റേഷ്യോ എഴുതുന്ന ചെറിയ ഡിഫറൻസസ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സോ റേഷ്യോയുടെ ടോട്ടൽ എത്രയുണ്ട്? 5 + 4 9, 12, 14, 15. സോ 15 ആണ് ടോട്ടൽ. അപ്പോൾ ഈ റേഷ്യോന്റെ ബേസിസിൽ അല്ലെങ്കിൽ പ്രപ്പോർഷനിലേക്കായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം എത്ര റൈറ്റ് ഓഫ് ചെയ്യും? ടോട്ടൽ 1,20,000 ആണ് ഡിസ്കൗണ്ട്, അതിൽ 5/15. രണ്ടാമത്തേത് 1,20,000 into 4/15. Third 1,20,000 into 3/15, 1,20,000 into 1/15 and 1,20,000. 2/15, 1,20,000 into 1/15 at the last year. So 1,20,000. 40,000. 32,000. 24,000. 16,000 and 8,000. Okay, the last name total 48, 80,
1,20,000. അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് നമ്മൾ ഈ ഒരു രീതിയിലേക്ക്, അപ്പം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്ന ഏത് പീരീഡിലായിരുന്നു? ഫസ്റ്റ് ഇയറിലായിരുന്നു. ആ സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ബെനിഫിറ്റ്, നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫണ്ട് കുറയുന്ന അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യുന്ന ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ടും P&Lലേക്ക് കുറഞ്ഞു വന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയ വർഷം കൂടുതൽ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യും. ഏറ്റവും കുറവ് ബെനിഫിറ്റ് നമ്മളുടെ ബുക്സിൽ ഉണ്ടായിരുന്ന സമയം ഏറ്റവും കുറവ് ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യും. അപ്പോൾ ഡിബെഞ്ചറിന്റെ റിഡംഷൻ നടക്കുന്നത് പല ഘട്ടങ്ങളായിട്ടല്ല, പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ടു ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഷുഡ് ബി റിട്ടേൺ ഓഫ് ത്രൂ P&L എവറി ഇയർ, വിച്ച് ഇസ് നത്തിങ് ബട്ട് സം ഓഫ് ഇയേഴ്സ് ഡിജിറ്റ്സ് മെത്തേഡ്. ഇനി റിഡംഷൻ എല്ലാം ഒറ്റ തവണയായിട്ട് എല്ലാവർക്കും കൂടി ഒരു സിംഗിൾ ലോട്ടിലാണ് നടക്കുന്നതെങ്കിൽ then you can follow ടോട്ടൽ ഡിസ്കൗണ്ടിനെ നമ്പർ ഓഫ് അല്ലെങ്കിൽ ലൈഫ് ഓഫ് ഡിബെഞ്ചറുമായിട്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ വർഷവും റൈറ്റ് ഓഫ് ചെയ്യേണ്ട ഡിസ്കൗണ്ട് കിട്ടും. അത് യൂണിഫോമും ആയിരിക്കും, എവറി ഇയർ സെയിം എമൗണ്ട് ആണ്. പക്ഷെ രണ്ടാമത്തെ കേസിൽ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്നത് കുറഞ്ഞു വന്നു, ഡിസെൻഡിങ് ഓർഡറിൽ വന്നുകൊണ്ടിരിക്കും, ബിക്കോസ് ബെനിഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. So with that we complete computation of how to treat discount on issue of debentures and how to write it off ennulla portion nammal complete cheyu. We have only one more portion left, which is interest on debentures ennu parayuna concept. Now interest on debentures ആണ് നമ്മൾ പറഞ്ഞത്. ഡിബെഞ്ചർ നമ്മളൊരു ക്യാപിറ്റൽ പോലെ റേസ് ചെയ്യുന്ന സംഭവമല്ല, ഒരു കടമായിട്ട് റേസ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ കടമായിട്ടാണ് നമ്മൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് തിരിച്ചു കൊടുക്കണം? വി ആർ സപ്പോസ് ടു ഗിവ് ദം interest, which will be known as interest on debentures, and these interest on debentures are a expense for the company. So ഏറ്റവും ആദ്യം നമ്മൾ എന്തായിരിക്കും എൻട്രി റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്? Initially maybe every company declares debentures on 31st March. അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്ന അന്ന് തന്നെ ചിലപ്പോൾ പേ ചെയ്യണമെന്നില്ല, പേ ചെയ്തെന്നും ഉണ്ടായിരിക്കാം, പേ ചെയ്യുന്ന തൊട്ടടുത്ത ദിവസമായിരിക്കാം. പക്ഷെ ഇന്ന് വരെയുള്ള കമ്പ്യൂട്ടേഷനാണ് പേയ്മെന്റ് നടത്തുന്നത് 31st March വരെ. സോ അങ്ങനെ ഒരു ടൈമിംഗ് ഡിഫറൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ളത് കാരണവും ഏറ്റവും ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എന്തായിരിക്കും? ആർക്കാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ള ഡ്യൂ എൻട്രി ആണ് റെക്കോർഡ് ചെയ്യുന്നത്. Now interest on debentures is an expense, so you will debit it. And whom should you pay it? You should pay it to the debenture holders. Now ഇവിടെയും ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഇൻഡിവിജ്വൽ പേരുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ഷെയർസിന്റെ ചാപ്റ്ററിൽ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സും കോൾസ് ഇൻ അഡ്വാൻസും പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം ലോജിക്കാണ്. അവിടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ക്യൂമുലേറ്റീവ് ലെഡ്ജർ എന്ന് ഒറ്റൊരു ലെഡ്ജറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് 10 പേരുണ്ടെങ്കിലും ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്ലാങ്കറ്റ് ലെഡ്ജർ കൂടിയാണ് നമ്മൾ ഈ എൻട്രി റൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുകയാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ഈ പൈസ കൊടുക്കണം. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഇസ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ ആക്ച്വലി പേയ്മെന്റ് നടത്തുന്നു. സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്. ഇമാജിൻ ഇറ്റ്സ് 100 rupees. Yeah? But sometimes you will have to reduce ടാക്സ് അറ്റ് സോഴ്സ് അല്ലെ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് വരും. സാലറീഡ് എംപ്ലോയീസ് ആയിട്ടുള്ളവരാരെങ്കിലും നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സാലറി സ്ലിപ്പൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ പറഞ്ഞാണെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും ഈ മാസം അല്ലെങ്കിൽ മാർച്ച് മാസം ടാക്സ് ഒത്തിരി പിടിക്കും, അത് കഴിഞ്ഞിട്ടുള്ള സാലറിയെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. അതായത് ദ എംപ്ലോയർ who was giving this revenue to the salaried employees is liable to pay tax on behalf of the employee to the government. അത് എംപ്ലോയറിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും ടാക്സബിൾ ലിമിറ്റിന് മേലെ വരുന്നവരുടെ ടാക്സ് എല്ലാം കറക്റ്റ്ലി നമ്മൾ പിടിച്ചു കൊടുക്കണം എന്നുള്ള കോൺസെപ്റ്റ്. അതിനെയാണ് ഈ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞത്. അതായത് വരുമാനം കിട്ടുന്ന ആൾക്കാർ ഈ ടാക്സ് ആർക്ക് കൊടുക്കേണ്ടതാണ്? അവരുടെ വരുമാനത്തിന്മേൽ ടാക്സ് ഗവൺമെന്റിന് അടയ്ക്കേണ്ടതാണ് അല്ലെ. അപ്പോൾ ആ വരുമാനം കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ആൾക്കാർ ടാക്സ് അടയ്ക്കാതെ ഇൻകം കൊടുക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയാണ്. അടയ്ക്കുന്ന ആൾ വേറൊരാളാണെന്നുള്ള ആർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്ന? സാലറിഡ് എംപ്ലോയീസിന് വേണ്ടി. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് for the person receiving this interest it is an income.
അല്ലെ? ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇതൊരു ഇൻകം ആണ്. അപ്പോൾ വെൻ ഇറ്റ് ഈസ് എൻ അഡീഷണൽ ഇൻകം, ഒരു അതർ സോഴ്സ് ഇൻകം ആയിട്ട് വരുമ്പോൾ കൊടുക്കുന്ന കമ്പനി ഈസ് ലയബിൾ ടു ഡിഡക്ട് ദ ടാക്സ് ഓൺ ദാറ്റ് ഇൻഡയറക്റ്റ് ഓർ ഇൻകം, വാട്ട് എവർ ബി ദ നേച്ചർ ഓഫ് ഇൻകം, ഇൻഡയറക്റ്റ് ആയിക്കോട്ടെ ഡയറക്റ്റ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ആ ഇൻകത്തിന്മേൽ ഗവൺമെന്റിന് കൊടുക്കാൻ സാധ്യതയുള്ള ടാക്സ് ആര് അടയ്ക്കണം ഗവൺമെന്റിലേക്ക്? ഇൻകം കൊടുക്കുന്ന ആള് അടയ്ക്കണം. ആർക്ക് വേണ്ടിയാണ് ഇത് അടയ്ക്കുന്നത്? ആർക്കാണോ ഇൻകം കിട്ടുന്നത്? ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് വേണ്ടി. അതിനെയാണ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ സാലറിഡ് എംപ്ലോയീസിന്റെ കണ്ടിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇങ്ങനെ ഇവരുടെ സാലറിയിൽ നിന്ന് ടാക്സ് എന്ന് പറയുന്ന കുറച്ച് പോർഷൻ പിടിച്ചിട്ട് എംപ്ലോയർ എന്ത് ചെയ്യും? ആ ഓരോ എംപ്ലോയിയുടെ പേരിലും കൊണ്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കും. എന്നിട്ട് ഈ ഓരോ എംപ്ലോയീസും അവരുടെ ITR ഫയലിംഗ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ജൂലൈയിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഫയൽ ചെയ്യാൻ നേരത്ത് സാലറി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഫയൽ ചെയ്യാൻ നേരത്ത് എത്ര ടാക്സ് നമ്മളുടെ പേരിൽ, എംപ്ലോയീസിന്റെ പേരിൽ എൻ്റെ എംപ്ലോയർ പോയി ഗവൺമെന്റിന് അടച്ചിട്ടുണ്ട് എന്നുള്ള ലിസ്റ്റ് നമ്മൾക്ക് ടാക്സ് ഫയൽ ചെയ്യാൻ നേരത്ത് നമ്മളുടെ ഇൻകം ടാക്സ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ലോഗിനിൽ നിന്ന് അവൈലബിൾ ആവും. അപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മുടെ എംപ്ലോയർ പിടിച്ചു മാറ്റി വെച്ചത് ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുണ്ട് എൻ്റെ ബിഹാഫിൽ. So that is called tax deducted source. It is nothing but the tax that has to be ultimately paid by the person who is receiving the income. പക്ഷെ അത് ആരാണ് അത് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്? ഇൻകം കൊടുക്കുന്ന ആള് മറ്റേ ഡിബെഞ്ചർ ഹോൾഡറിന്റെ പേരിൽ ആ ടാക്സ് കുറച്ചിട്ടായിരിക്കും ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നത്. സോ therefore ബാങ്കിലേക്ക് ഡിബെഞ്ചർ ഹോൾഡറിന് കൊടുക്കാൻ പോകുന്ന അസ്യൂമിങ് 90 റുപ്പീസേ ഉള്ളൂ. ബാക്കി ഇവർ എന്തായിട്ട് മാറ്റി വെക്കണം? TDS എന്നാണ് ഇതിനെ പറയുന്നത്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ തന്നെ സ്റ്റേജിൽ ടാക്സ് ഡിഡക്ട് ചെയ്ത് വെക്കുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഡീറ്റെയിലി നിങ്ങൾ ഇന്റർ ലെവലിൽ പഠിച്ചോളും, അതുകൊണ്ടാണ് ഞാൻ വളരെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പോവാത്തത്. കോൺസെപ്ഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ ടാക്സ് പേയബിൾ കമ്പനി എന്ത് ചെയ്യണം? പിടിച്ചു മാറ്റി വെച്ചാൽ മാത്രം മതി, പോരാ. നമ്മളുടെ പേരിൽ, അതായത് ഓരോ ഡിബെഞ്ചർ ഹോൾഡറിന്റെ പേരിലും കൊണ്ടുപോയി എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം? ഗവൺമെന്റിന് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. സോ എൻട്രി വിൽ ബി TDS പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് 10 rupees to bank, 10 rupees. And finally you have a revenue ledger here, interest on debenture അല്ലെ? അത് എങ്ങോട്ടേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും? ആ P&L ലേക്കുള്ള ട്രാൻസ്ഫർ എൻട്രി, P&L account debit to interest on debenture. ബാക്കി എല്ലാം ക്ലോസ് ഔട്ട് ആയി പോകുന്നതും ബാങ്ക് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. ഇപ്പോൾ റവന്യൂ നേച്ചറുള്ളത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, അതിനെ മാത്രം P&L ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഞാനപ്പോൾ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് ഹൗ യു വിൽ റെക്കോർഡ് ദ ജേർണൽ എൻട്രീസ് ഓഫ് interest on debentures. So let us take up the last illustration from this chapter, illustration number 13. A company issued 12% debentures of face value 10 lakh at 10% discount on 1/1/2017. Debenture interest after deducting tax at source at 10% was payable on 30th June and 31st December every year. All the debentures were to be redeemed after the expiry of 5-year period at 5% premium. Past journal entries for the accounting year 2017. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന വർഷത്തെ തന്നെ എൻട്രി റെക്കോർഡ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എല്ലാം തന്നെ വരുന്ന ഇഷ്യൂ തൊട്ടുള്ള എൻട്രീസ് വരുന്നുണ്ട്. സോ ലെറ്റ് us quickly work out this problem. സോ ഏറ്റവും ആദ്യം നമുക്ക് ഇഷ്യൂ ചെയ്ത എൻട്രി റെക്കോർഡ് ചെയ്യാം. ജനുവരി 1 ഇഷ്യൂ ചെയ്തത് ബാങ്കിലേക്ക്, അപ്പോൾ പൈസ വന്നിട്ടുണ്ടല്ലേ. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര ഡിബെഞ്ചേഴ്സ് ആയിരുന്നു? 10 lakh വാല്യൂ ഉള്ള ഡിബെഞ്ചറാണ്, 10% ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അതായത് എത്ര രൂപയെ കിട്ടുകയുള്ളൂ? 10 ലക്ഷത്തിൽ നിന്ന് 10% ഡിസ്കൗണ്ട് പോയി ബാക്കി 9 lakhs നമ്മളുടെ ബാങ്കിലേക്ക് വരികയുള്ളൂ. സോ 9 lakh. സോ 10 lakh
ഇൻറ്റു 90% എഴുതാം. ഇനി ഇഷ്യൂവിൻ്റെ സമയത്ത് തന്നെ നമ്മൾക്ക് റിഡംഷനെ കുറിച്ചും പറയുന്നുണ്ട്. റിഡംഷൻ വിൽ ഹാപ്പൻ അറ്റ് 5% പ്രീമിയം, വിച്ച് മീൻസ് ഈ കേസിൽ നമ്മൾക്ക് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ മാത്രമല്ല റിഡംഷൻ്റെ സമയത്ത് പ്രീമിയം കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ടിനും കൂടെ ചേർത്ത് എന്ത് ലെഡ്ജർ ആയിരിക്കും എഴുതാൻ പോകുന്നത്? ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ്, ആൻഡ് ദിസ് വിൽ ബി എ ടോട്ടൽ ഓഫ് the discount on issue, which is going to be 10 lakh in the discount plus premium kude add cheyanam. Premium എത്രയായിരുന്നു? 10 lakh in the 5%. How much is that? 50,000. So 1,50,000, which is going to be 1,50,000, and you will credit the debentures with debenture at 12%. 12% debenture you will credit with the face value 10 lakh, and remaining you will show under premium on redemption of debenture account or debenture redemption, whichever way you are going to name that ledger, 50,000. So premium on redemption, as I said earlier, it will be there in the balance sheet till the year of redemption. Redemption the entry varuna aa varsham ee ledger close ആയി പോകും. Loss on issue of debenture എല്ലാ വർഷവും ഡിസ്കൗണ്ട് പോലെ തന്നെ P&L ലേക്ക് റൈറ്റ് ഓഫ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച ആ ലോസ് ഓൺ ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റൈറ്റ് ഓഫ് ചെയ്യുന്ന ഡിസ്കൗണ്ട് മാത്രമല്ല ലോസും നമ്മൾ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ഇരിക്കും. സോ ഇനി അടുത്ത എൻട്രി എന്തായിരുന്നു? 30th ജൂണിനും 31st ഡിസംബറിനുമാണ് കമ്പനി ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ 30th ജൂണിന് അടുത്ത എൻട്രി വരികയാണ്. 30th ജൂൺ 2017 ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് അല്ലെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ എങ്ങനെ വേണമെങ്കിലും നമ്മൾക്കത് പറയാം. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെബിറ്റ് എമൗണ്ട് ഇൻട്രസ്റ്റ് എപ്പോഴും കൊടുക്കുന്നത് അതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്താലും പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്താലും ഇൻട്രസ്റ്റ് നമ്മൾ എപ്പോഴും കൊടുക്കാൻ പോകുന്നത് ഫേസ് വാല്യൂവിന്മേലായിരിക്കും. സോ ഓൾവേസ് അറ്റ് 10 lakh. So 10 lakh into debenture interest was 12%. And how many months? ജനുവരി 1-നാണ് കൊടുത്തത്, ജൂൺ 30 വരെയുള്ള. അപ്പോൾ 6 മാസത്തെയാണ് ഇൻട്രസ്റ്റ് അല്ലേ. സോ വിച്ച് മീൻസ് 10 lakh into 12% to 6 divided by 12 is going to be 60,000 rupees. Yeah. ഇനി നമ്മൾ പഠിച്ച എൻട്രീസ് ഒക്കെ എഴുതാം. ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ് 60,000. ഇമ്മീഡിയറ്റ്ലി ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നാണ് ഇത് പേ ചെയ്യുന്നത്? പേയ്മെന്റ് ഒന്നും പറയുന്നില്ല. അപ്പം നമ്മൾക്ക് ആ സെയിം സമയത്ത് തന്നെ പേയ്മെന്റ് ചെയ്യുന്നത് പോലെ നമ്മൾക്ക് റെക്കോർഡ് ചെയ്യാം. സോ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് 60,000. പേയ്മെന്റ് എത്രയാണ്? 10% TDS പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയാണ് പേ ചെയ്യുന്നത്. വിച്ച് മീൻസ് ബാങ്കിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എത്രയേ ഉള്ളൂ? 60,000-ന്റെ 90%, വിച്ച് ഇസ് ഗോയിങ് ടു ബി 54,000. ബാക്കി എങ്ങോട്ടേക്ക് പോകും? ബാക്കി വിൽ ബി ടേക്കൺ ടു TDS payable account. That is 6,000 rupees. 60,000-ന്റെ 10%. So that is next entry. ഇനി TDS പേ ചെയ്യുന്നത് നമ്മൾക്ക് ആ സമയത്ത് തന്നെ പേ ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെയും എൻട്രി റെക്കോർഡ് ചെയ്യാം. TDS പേയബിൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് 6,000. അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, പേ ചെയ്തു പേ ചെയ്തില്ല എന്നുള്ളത്. നമ്മൾ അസ്യൂം ചെയ്താണ് TDSും പേ ചെയ്തു എന്നുള്ളത്. ഇനി അടുത്ത എൻട്രി വരുന്ന എന്താണ്? 31st ഡിസംബറിന് അടുത്ത ഇൻട്രസ്റ്റും കൊടുക്കണം. ബാക്കി 6 മാസത്തെ. അപ്പോൾ സെയിം എൻട്രീസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ 31st ഡിസംബറിന് ഞാനിപ്പോൾ വീണ്ടും എഴുതുന്നില്ല. 31st ഡിസംബറിനും ഇതേ എൻട്രി വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ? റിപ്പീറ്റ് സെയിം എൻട്രീസ്. Now, will there be any change? അവിടെയും 6 മാസത്തെ ഇൻട്രസ്റ്റ് ആണ്. പ്രീവിയസ് ഇൻട്രസ്റ്റ് ഡേറ്റ് തൊട്ട് അടുത്ത ഇൻട്രസ്റ്റ് ഡേറ്റ്. ഇനി അതാണ് മറ്റൊരു കാര്യം. ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് വിൽ ബി ഗിവൻ ബൈ ദ കമ്പനി ഫ്രം പ്രീവിയസ് ഇൻട്രസ്റ്റ് ഡേറ്റ് ടു കറണ്ട് ഇൻട്രസ്റ്റ് ഡേറ്റ്. അത് എത്ര പീരീഡ് ആണെങ്കിലും അതിനോട്.
ഇവിടെ നമ്മൾക്ക് എല്ലാ 6 മാസവും കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ പ്രീവിയസ് ഇൻട്രസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് നോക്കും. അപ്പോൾ 31st ഡിസംബറിന് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ അതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ഇൻട്രസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് നോക്കും, വിച്ച് ഇസ് 30th ജൂൺ. ആ പ്രീവിയസ് ഇൻട്രസ്റ്റ് ഡേറ്റ് തൊട്ട് കറണ്ട് ഇൻട്രസ്റ്റ് ഡേറ്റ് വരെയുള്ള ഗ്യാപ്പിനായിരിക്കും വീണ്ടും ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. ഇനി എല്ലാ വർഷവും ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു കമ്പനി ആയിരുന്നെങ്കിലോ പ്രീവിയസ് ഇൻട്രസ്റ്റ് ഡേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ 1 വർഷത്തിന് മുന്നേ ആയിരിക്കും. അപ്പോൾ ഫുൾ 1 ഇയറിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഇനി ക്വാർട്ടർലി ആണെങ്കിലോ 3 months. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ ഓർ ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ദേ ആർ ഡിക്ലെയറിങ് ഇൻട്രസ്റ്റ്, ആ രീതിയിൽ വേണം കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ. പക്ഷെ എപ്പോഴും ഓർത്തേക്കുക, ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് കമ്പനി ഫ്രം പ്രീവിയസ് ഇൻട്രസ്റ്റ് ഡേറ്റ് ടു current interest rate. Very important point under debenture interest portion. Yeah. So ആ ഒരു പോയിന്റ് നമ്മൾ ജേർണൽ എൻട്രീസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല. But please make sure that is registered in your mind. So December 2017 സെയിം എൻട്രീസ് റിപ്പീറ്റ് ആവും. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് 60,000 ഡിബെഞ്ചർ ഹോൾഡേഴ്സിലേക്ക് പോകണം. അതിൽ 54,000 ബാങ്കിലേക്ക് അവർക്ക് കൊടുക്കും. ബാക്കി TDS പേബിൾ ആണ്. TDS പേബിൾ നമ്മൾ ബാങ്കിൽ ഗവൺമെന്റിലേക്ക് അടച്ചു എന്നുള്ളതും നമ്മൾ ട്രീറ്റ് ചെയ്യും. And then you have certain revenue entries. അല്ലാതെ ഏതൊക്കെയാണ്? ഡിബെഞ്ചർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ 31-ന് സെയിം എൻട്രി ഫോർ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് ഞാൻ എഴുതുകയാണ്. സെയിം അല്ലാതെ നമ്മൾ മാറ്റി വെച്ച P&L എൻട്രി. ഇനി P&L എൻട്രി ഓർക്കുക, ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി ആണെന്ന് വെച്ച് P&L ട്രാൻസ്ഫർ എല്ലാ ഹാഫ് ഇയർലി നമ്മൾ നടത്തില്ല. കാരണം P&Lഉം ട്രേഡിങ്ങും ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഐഡിയലി എപ്പോഴാണ്? എപ്പോഴും വർഷ അവസാനമാണ് അല്ലേ? അപ്പോൾ ആ വർഷ അവസാനം വരെ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ ജേർണൽ എൻട്രീസിൻ്റെയും റവന്യൂ നേച്ചറിലുള്ള എല്ലാ ലെഡ്ജറിനും കൂടെ ഒറ്റൊരു ട്രാൻസ്ഫർ എൻട്രി കാണിച്ചാൽ മതി. അല്ലാതെ ഓരോ ഇൻട്രസ്റ്റ് ഡേറ്റ് കഴിയുമ്പോഴും P&L എൻട്രി നമ്മൾ ഈ ഓർഡറിൽ പഠിച്ചത് കാരണം കാണിക്കണമെന്നില്ല. വർഷ അവസാനം ഒറ്റൊരു എൻട്രി. അതപ്പോൾ എൻട്രി റെക്കോർഡ് ചെയ്യുമ്പോൾ എത്ര ലൈൻ ഐറ്റംസിലെ എമൗണ്ട് പിക്ക് ചെയ്യണമെന്നുള്ളത് ഒന്ന് റാൻഡം ചെക്ക് നടത്തിയിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. സോ P&L അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബെഞ്ചർ ഇൻട്രസ്റ്റ്. ഡിബെഞ്ചർ ഇൻട്രസ്റ്റിന് ഓൾറെഡി ജൂണിൽ ഒരു 60,000 ഡെബിറ്റ് ഉണ്ട്, ഡിസംബറിൽ ഒരു 60,000 ഡെബിറ്റ് ഉണ്ട്. ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ, സെയിം എമൗണ്ടിൽ. സോ വിച്ച് മീൻസ് 1,20,000 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് ഫോർ ദി ഇയർ. ദാറ്റ് വിൽ ബി ട്രാൻസ്ഫർ ടു P&L. ഇനി അത് മാത്രമാണോ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്? അല്ല, നമ്മൾക്കൊരു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് പറയുന്ന ഒരു ലെഡ്ജറും കൂടെ ഉണ്ട്, വിച്ച് വിൽ ബി ഓൾസോ റിട്ടേൺ ഓഫ് ടു P&L അല്ലേ. 1,50,000 ആണ് എമൗണ്ട്. എത്ര വർഷം കൊണ്ടാണ് നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത്? ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 5 years. ആൻഡ് ഇവിടെ ഒരൊറ്റ ഡേറ്റേ ഉള്ളൂ റിഡംഷൻ. അപ്പോൾ നമ്മൾക്ക് ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് ദ ഇയർ ആ ഒരു ഫോർമുല വെച്ചിട്ട് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ലോസും റൈറ്റ് ഓഫ് ചെയ്യാം. സോ P&L അക്കൗണ്ട് ഡെബിറ്റ് ടു ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് 1,50,000 for 5 years, which means we are going to write off 30,000 every year starting from the first year. Yeah, so with that we complete. അപ്പോൾ നമ്മൾ ഈ പഠിച്ച എല്ലാം തന്നെ നമ്മൾ ഈ ഒരൊറ്റ പ്രോബ്ലത്തിൽ കവർ ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു. ഇനി ഇതേപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ. So with this we complete company accounts എന്ന് പറയുന്ന ആ ഒരു section. Yeah? But I have one work for you, which is അല്ലെങ്കിൽ one practical work നിങ്ങൾ തനിയെ ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റും P&Lന്റെ ഫോമാറ്റും നിങ്ങൾ തനിയെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഫോമാറ്റ് ഒന്ന് റിക്കലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് അതിൽ ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് ഡൗട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് എന്നെ പറഞ്ഞാൽ മതി. വിൽ ടേക്ക് ഇറ്റ് അപ്പ്. ബട്ട് ബാലൻസ് ഷീറ്റ് P&L അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകാഞ്ഞത്, നമ്മൾക്ക് അവിടെ വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഷെയറും ഡിബെഞ്ചറിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ആ പോയിന്റ് പറഞ്ഞപ്പോൾ വി എക്സ്പ്ലെയിൻഡ്. അപ്പോൾ അത്രയും മതി. ശരിക്കും ഫോമാറ്റ് കാണാപ്പാഠം പഠിച്ച് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്റർ ലെവലിലാണ് വരുന്നത്. എന്നാൽ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ 1-2 പ്രോബ്ലത്തിൽ ബാലൻസ് ഷീറ്റ് ചോദിക്കുകയും അല്ലെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട്സ് ഒക്കെ കാണിക്കാൻ പറഞ്ഞിരുന്നില്ലേ, അങ്ങനെ 1-2 ചോദ്യത്തിനുള്ളിൽ എല്ലാം വന്നെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ബട്ട് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ജേർണലൈസിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടാണ്.
പക്ഷെ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. സെക്യൂരിറ്റീസ് പ്രീമിയം, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, അല്ലെങ്കിൽ ഡിബെഞ്ചർ എവിടെയാണ് വരുന്നത്, കറണ്ട് ആൻഡ് നോൺ കറണ്ട്, all those things are covered. To add on to what we have already discussed, please go ahead and read the format once. അതിനകത്ത് തിയറിറ്റിക്കലി നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓരോ ഹെഡിനുള്ളിൽ വരുന്ന കണ്ടന്റ് എന്താണ്. അപ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാകാൻ സാധ്യതയില്ലാത്ത 1-2 ടേംസ് ആയിരിക്കും. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി, ഡെഫേർഡ് ടാക്സ് അസറ്റ്, അതൊന്നും ഇപ്പം നിങ്ങൾ ബോദർ ചെയ്യേണ്ട. ആ ഫോമാറ്റ് പഠിക്കാൻ വേണ്ടി അതൊന്ന് പഠിച്ചു പോയാൽ മതി. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്താണ്, ഡെഫേർഡ് ടാക്സ് അസറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഇന്റർ ലെവലിൽ ഡീറ്റെയിലി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. So don't worry about those things which are new to you. ഫോമാറ്റിന്റെ ഭാഗമായിട്ട് അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ കോൺസെപ്ഷ്യലി നിങ്ങൾക്ക് എല്ലാം തന്നെ ക്ലിയർ ആവുന്ന കാര്യങ്ങൾ ഡീറ്റെയിലി ടെക്സ്റ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫോമാറ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സോ വിത്ത് ദിസ് വൈൻഡിങ് അപ്പ് കമ്പനി അക്കൗണ്ട്സ് ചാപ്റ്റർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ വെരി ക്വിക്ലി so that we can clear and move ahead with the last chapter. Yeah, so till we meet again, stay safe and happy. Thank you.